സോ ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ഇന്ന് സൈക്കോളജിയുടെ ദിവസമാണ്. വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് നമ്മുടെ ദന്ത സംരക്ഷണം. അതിനകത്തൊരു സൈക്കോളജി ഉണ്ടെന്നും അതിൻ്റെ അകത്ത് ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവത്തെ ഒരിക്കൽ കൂടി ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികളുടെ ചൈൽഡ് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ ഉള്ള പ്രാധാന്യം എല്ലാം ഓമന മാം കേൾക്കാം. ഓമന മാം വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള സൈക്കോളജി അതുപോലത്തെ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു. ഒരു സർട്ടിഫൈഡ് പേരൻറ്റിങ് കോച്ചും മെൻറ്ററുമാണ്. ഒരു ലേഡി വിഇഒയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് UPSC HSI ഇങ്ങനെയുള്ള തലങ്ങളിലൂടെ കടന്നു വന്ന് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഫാക്കൽറ്റി ആയിട്ടും ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ ഒക്കെ മെമ്പറൊക്കെ ആയിട്ട് വളരെ സോഷ്യൽ ആക്ടിവിറ്റി, റിട്ടയർമെൻറ്റിന് ശേഷവും വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. അപ്പം ഇതുപോലത്തെ ക്ലാസ്സുകൾക്ക് സാധ്യതകളും കൂടുതലാണ്. അതുപോലെ ഇത് കേൾക്കുമ്പോഴും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പകർന്നു കൊടുക്കുന്നതൊക്കെ എപ്പോഴും നന്നായിരിക്കും. സോ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം ഓമന ടീച്ചറിനെയും. ഓമന ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സർ ഫോർ യുവർ ഫാബുലസ് വേർഡ്സ് ആൻഡ് ഒത്തിരി നന്ദി. ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി പറയണ്ടേ? വീട്ടിൽ തന്നെ ഇരുന്നിങ്ങനെ സ്ഥിരമായി പറയാൻ പറ്റുന്നത് ഒത്തിരി നല്ലൊരു കാര്യമാണ് സാറ് ചെയ്യുന്നത്. ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ടാവും എല്ലാ ദിവസവും. ഇപ്പം റോയ് സാറിന് ഒരാഴ്ച ഇങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അതുപോലെ ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകളും സാറിനും കാണുമല്ലോ. എന്നാലും എല്ലാ ദിവസവും ഇങ്ങനെ കൃത്യമായി ഈ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്നത് ഒരു അതിശയമാണ്. താങ്ക് യു സർ. എല്ലാവർക്കും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും ഒരു നന്ദി തന്നെ ആദ്യം പറയുന്നു. എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു റിബൺ ഇതിൻ്റെ മേലെ വന്ന് കിടക്കും. പതിവ് പോലെ ആദ്യമായി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ക്ലാസ് തുടങ്ങാം. നെക്സ്റ്റ് ടു ഗോഡ് ദൈ പേരൻസ്. അമ്മ അച്ഛനെ കാണിച്ചു തരുന്നു, അച്ഛൻ ഗുരുവിനെ കാണിച്ചു തരുന്നു, ഗുരു ദൈവത്തെ കാണിച്ചു തരുന്നു എന്നാണല്ലോ നമ്മുടെ ഭാരതീയ സംസ്കാരം പറയുന്നത്. അപ്പം താങ്ക്സ് പറഞ്ഞുകൊണ്ട് ടു സൂപ്പർ ഹീറോസ്. നമ്മുടെ വെൻ യു സ്മൈൽ സൺഷൈൻ. നമ്മളിപ്പോൾ ഒരാൾക്ക് സന്തോഷമുണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ അവരുടെ മുഖത്ത് സന്തോഷം വേണം, ചിരി വേണം അല്ലേ? അതിൻ്റെ സന്തോഷത്തിൻ്റെ പ്രതിനിധീകരിക്കുന്നത് ചിരിയാണ്. നേരത്തെ അമർജ്യോതി മാം പേരക്കുട്ടികൾ വരുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പം ആ ചിരിയുടെ ആ ഒരു ഡെപ്ത് ഇതിൻ്റെ അകത്ത് ഞാൻ അങ്ങനത്തെ ഒരു ചിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പം പറയാം. അപ്പം നമ്മുടെ ചിരിയാണ് നമ്മളെ സന്തോഷമുണ്ടെന്ന്, മറ്റുള്ളവർക്കാണെങ്കിലും സന്തോഷമുണ്ടെന്ന് നമ്മൾ അറിയുന്നത് ചിരി കൊണ്ടാണ്. ചിരിക്കുക എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് തുല്യമാണ്. വാട്ട് ഈസ് ദ വേർത്ത് ഓഫ് എ ഡയമണ്ട് ഇഫ് ഇറ്റ് ഡസൻ സ്മൈൽ? റൂമിയുടെ ഒരു കോട്ടാണ്. ആ കുട്ടിയുടെ ചിരി നോക്കി, ഒരു വജ്രം അതിന് തുല്യമാകിയേല എന്നാണ് റൂമി പറയുന്നത്. അത്രയും കുട്ടികളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള ആ ചിരി അത്രയും പ്രധാനപ്പെട്ടതാണ്, അത്രയും നമുക്ക് മനസ്സ് കുളിർക്കുന്നതാണ്. കുട്ടികൾ വരുന്ന കാര്യം പറയുമ്പോൾ തന്നെ അമർജ്യോതിമാർക്ക് ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ അവരുടെ ആ ചിരിയും സന്തോഷവും കാണുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു തന്നേരം. ഹൗ ടു കീപ് ദോസ് സ്മൈൽസ് ബ്രൈറ്റ് ആൻഡ് ഹെൽത്തി. ഇതൊന്ന് വായിക്കാവോ അമർജ്യോതി മാം?
അഡ്മിറ്റ് ചെയ്യും, whatever. അഡ്മിറ്റ് ചെയ്യും, അഡ്മിറ്റ് ചെയ്യും. Yes. Okay. Whatever tooth do, why they sometimes get sick, and how we can be tooth superheroes to keep them strong. നമ്മളുടെ പല്ല് ഇടയ്ക്ക് പണിമുടക്കും, ഇടയ്ക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കും, അവർ തന്നെ ബുദ്ധിമുട്ടുമൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ അവരെ എപ്പോഴും ടൂത്ത് സൂപ്പർ ഹീറോസ് ആയിട്ട് വെക്കേണ്ടതുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ നടക്കാത്തതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആൻഡ് ദെയർ ഫങ്ഷൻസ്. നമ്മൾ ഉപയോഗിക്കുന്ന ടൈനി ടൂൾസ് ഇൻ അവർ മൗത്താണ് നമ്മുടെ പല്ലുകൾ. ചെറിയ ഉപകരണങ്ങളാണ്, ശരിക്കൊരു ടൂൾ ബോക്സ് പോലെയാണ്. ആദ്യം നമ്മുടെ മുന്നിൽ ഉള്ള ആ പരന്ന പല്ല് ഇൻസിസർ, കനൈൻ ഒരു സൈഡിലൊരു കൂർത്ത പല്ല്, പ്രീമോളാർ, മൊലാർ. അണപ്പല്ല് തുടങ്ങുന്നിടത്ത് ചെറിയ അണപ്പല്ലാണ്, അത് പ്രീമോളാർ. ലാസ്റ്റ് അണപ്പല്ല് മൊലാർ. നമുക്ക് ഒരു can you eat a crunchy apple without teeth? റോയ് സാറേ, പല്ലില്ലാതെ ഒരു ആപ്പിള് നമുക്ക് കഴിക്കാൻ പറ്റും? സാറ് മ്യൂട്ടാ. പല്ലില്ലാതെ അങ്ങനെ കട്ടിയുള്ള സാധനങ്ങളൊന്നും തിന്നാൻ പറ്റത്തില്ല. ഒരാപ്പിള് മുഴുവനോടെ കയ്യിൽ കിട്ടിയാല് പല്ലുമില്ല, എന്നാ ചെയ്യും? പല്ലുമില്ലെങ്കിൽ ചതക്കേണ്ടി വരും, ചതച്ച് വയലാക്കേണ്ടി വരും. ഈ ഒരാപ്പിള് കിട്ടുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്കുള്ളത് വേണ്ടത് ആ മുന്നിലത്തെ പല്ലാണ്, ഇൻസിസേഴ്സ്. ആ മുന്നിലത്തെ പല്ലില്ലെങ്കിൽ നമുക്ക് ആപ്പിള് കഴിക്കാൻ പറ്റിയത്. വൈ ആർ ടീത്ത് ആൻഡ് ഗംസ് വെരി ഇമ്പോർട്ടൻറ്റ്? നമ്മുടെ മോണയും പല്ലും എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ടതായത്? ഒന്നാമത്, പല ഉപകാരങ്ങൾ നമ്മൾ പല രീതിയിൽ പല്ല് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ ടോക്കിംഗ്, വർത്താനം പറയാൻ പല്ല് വേണോ? പല്ല് വേണം. പല്ലില്ലാത്തൊരു സംസാരിച്ച മുഴുവൻ ചിലപ്പോ പുറത്തേക്ക് പോകും, തിരിയത്തില്ല. You need teeth to talk clearly. See for yourself how you use your teeth when you talk. Say thumb. Thumb എന്ന് പറയണമെങ്കിൽ നമ്മുടെ പല്ല് ഉപയോഗിക്കാതെ പറ്റില്ല. ആൻഡ് യുവർ ടങ്, പല്ലും നാവും ഉപയോഗിക്കണം. ഗോസ് ബിറ്റ്വീൻ യുവർ ടീത്ത് ടു മേക്ക് ദ TH സൗണ്ട്. താങ്ക് യു പറയാൻ നമുക്ക് നിർബന്ധമായിട്ട് പല്ല് വേണം, വേണ്ടേ? TH ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്. മിക്കവാറും എല്ലാ ശബ്ദങ്ങളും നമുക്ക് പല്ല് നാവിനെ സഹായിക്കുന്നു, ചുണ്ട് ഉപയോഗിക്കുന്നു, അങ്ങനെയാണ് നമ്മൾ സൗണ്ട് എടുക്കുന്നത്. നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിക്കുമ്പോൾ പല്ലിന് വർത്തമാനം പറയുന്ന കാര്യത്തിൽ ഉപയോഗമില്ല എന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. നമ്മുടെ കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ ആ കുഞ്ഞിപ്പല്ല് നമ്മളെപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് അത്ര സാരമില്ല, വേറെ വരുമല്ലോ. അങ്ങനെയാണോ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് മാം? അല്ല, ശരിക്കും പല്ല് കറക്റ്റ് സൂക്ഷിച്ചില്ലെങ്കിൽ അടുത്ത പല്ലിനെ അത് ബാധിക്കും, വരുന്ന പല്ലിനെ വരെ ബാധിക്കും. ഇപ്പൊ ആളുകൾക്ക് അങ്ങനെ ഒരു ബോധം വന്നിട്ടുണ്ട് അല്ലേ? പണ്ടൊക്കെ ഞാൻ മിക്കവാറും കേട്ടിട്ടുണ്ട് ആദ്യത്തെ പല്ല് വേറെ വരുമല്ലോ എന്നുള്ള ഒരു ലാഘവത്വം കണ്ടിട്ടുണ്ട്. ബേബി ടീത്ത് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ സ്പീച്ച് ഡെവലപ്മെന്റ്. അവർ സംസാരിക്കാൻ തുടങ്ങാൻ താമസിക്കുന്നു, അങ്ങനെ പല്ലുമായിട്ട് ബന്ധമുണ്ട് സംസാരം. ദേ ഹെൽപ്പ് യുവർ ചൈൽഡ് ലേൺ ഹൗ ടു സ്പീക്ക് ക്ലിയർലി. നന്നായിട്ട് വ്യക്തമായി സംസാരിക്കണമെങ്കിൽ പല്ല് വേണം. വിത്തൗട്ട് ദം ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ഫോർ യുവർ ചൈൽഡ് ടു സേ certain സൗണ്ട്സ് ആൻഡ് വേർഡ്സ്. അത് നമ്മൾ പറഞ്ഞു, അവർക്കും കുട്ടികൾക്കായാലും ചില വാക്കുകൾ പറയാൻ ബുദ്ധിമുട്ടാണ് ഇതില്ലാതെ, ഈ പല്ലില്ലാതെ. You may not see them yet, but your baby's teeth are hiding right beneath the gums. ആ ചെറിയ പല്ലുകൾ
നമ്മൾ കുട്ടികൾക്ക് പല്ല് കാണുന്നതിന് മുമ്പ് തന്നെ ആ പല്ല് അവിടെ ഉണ്ട്. പല്ലിങ്ങനെ വരുന്നുണ്ട്. അതിന് അത് മോണയുടെ പുറത്തേക്ക് നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ മോണയുടെ അകത്ത് നേരത്തെ ആ പല്ലുണ്ട്. ചെറിയ പല്ല് നമ്മൾ വളരെ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പല്ല് വരാനുള്ള ഹോൾഡിംഗ് സ്പേസ് ഫോർ അഡൽട്ട് ടീത്ത് ഫോർ യങ്ങർ കിഡ്സ്, അടുത്ത പല്ല് വരാനുള്ള ഗ്യാപ്പ് അവിടെ റെഡിയാക്കി വെക്കുന്നത് ഈ ബേബി ടൂത്തിന്റെ ഡ്യൂട്ടിയാണ്. ആ പല്ല് കറക്റ്റായിട്ട് അവിടെ ഇരുന്നാലേ അതിന് ബുദ്ധിമുട്ടൊന്നും വരാതെ, നേരത്തെ ഒരു പല്ല് നേരത്തെ പറഞ്ഞു പോകുക എന്ന് വിചാരിച്ചോ, കേടായിട്ട് നമ്മൾ പറിച്ചു കളയേണ്ടതൊക്കെ വരുമല്ലോ വേദന എടുക്കുമ്പോഴൊക്കെ. അങ്ങനെ ഒരു പല്ല് പറിച്ചു കളയേണ്ടി വന്നാൽ ആ പല്ലിന്റെ ആ ഗ്യാപ്പ് കുറഞ്ഞു വരും. അവിടെ ആ ഗ്യാപ്പ് തനിയെ കുറഞ്ഞു വരും ചവയ്ക്കുന്നതിനനുസരിച്ച്. നമ്മുടെ പല്ലായാലും അതെ, നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു പല്ല് ഇല്ല എന്ന് വിചാരിച്ചോ, ബാക്കി പല്ലുകൊണ്ട് നമ്മൾ ചവയ്ക്കുമ്പം ആ ഉള്ള പല്ല് പതുക്കെ നീങ്ങി വരും, നമ്മുടെ ആ ഗ്യാപ്പ് കുറഞ്ഞു വരും. അപ്പൊ ഈ ബേബി പല്ല് ഇങ്ങനെ ആ ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവന്നാൽ അടുത്ത പല്ല് വരുമ്പോൾ സ്ഥലമില്ലാതെ വരും. എല്ലാ പല്ലും വരുകയും ചെയ്യും, വരുമ്പം കറക്റ്റായിട്ട് വരാനുള്ള സ്ഥലമില്ലാതെ വരും. ഇത് 3 തരം ചിരിയാണ്. അത് എനിക്ക് നോക്കുമ്പോൾ കാണത്തില്ല. ഞാൻ വായിക്കണം. വായിച്ചോ. Low smile line, slightly high smile line, high smile, jingle smile line. അത് പിന്നെ 3 തരം ചിരിയാണ്. അതിലേത് ചിരിയാണ് നേരത്തെ അമർജ്യോതി മാം ചിരിച്ചതെന്ന് നമുക്ക് നോക്കാം. ഡു യു നോ യുവർ സ്മൈൽ ടൈപ്പ്? നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ സ്മൈൽ ടൈപ്പ് അറിയാവോ? അവരവരുടെ സ്മൈൽ ടൈപ്പ് ഏതാണെന്ന് അറിയാവോ? ഇതാണ് 3 ടൈപ്പ്. എന്റേത് ഇത് ഒന്നും കൂടി വിശദീകരിച്ച് പറയാം, അപ്പം മാമിന് മനസ്സിലാവും. ഇത് കസ്പിഡ് സ്മൈൽ ഒന്നാമത്തേത്. ഇത് 2 കോർണർ, ഇത് കോർണേഴ്സ് ഓഫ് ദ മൗത്ത് ലിഫ്റ്റ്, 2 വശത്തെ കോർണറും ലിഫ്റ്റ് ആവും കുറച്ച്. ഒരു മന്ദഹാസം എന്ന് പറയുന്ന പോലത്തെ ഒരു ചിരിയാണത്. എക്സ്പോസിങ് ദ കനൈൻ, മുൻവശത്തെ പല്ല് മുഴുവൻ കാണും. ഹാവിങ് എ ഡയമണ്ട് ഷേപ്പ്, ഇതിനൊരു ഡയമണ്ട് ഷേപ്പാണ്. ഒരു സെലിബ്രിറ്റിയാണ്, ടോം ക്രൂയിസ് എന്നാണ് ഇങ്ങേരുടെ പേര്. ഈ ചിരിക്ക് വളരെ ഫേമസ് ആയ ആളാണ് ഈ ടോം ക്രൂയിസ്. പക്ഷേ ഇയാളുടെ ചെറുപ്പത്തിൽ അയാളുടെ പല്ല് കണ്ടാൽ നേരത്തെ ഞാൻ കാണിച്ച ആ പടം പോലെയൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെ അലൈൻ ചെയ്ത് ഡെന്റിസ്റ്റിന്റെ കെയർ ഓഫിലാണ് ഇവരൊക്കെ ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നത്. അത് വേറൊരു വശം. പക്ഷെ ഇങ്ങനെ ഈ ചിരി ഒന്ന് സൂക്ഷിച്ച് നോക്കി നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നില്ലേ? ഇല്ലേ? അടുത്തത് ദ കമ്മീഷർ സ്മൈൽ. കമ്മീഷർ സ്മൈല് മോസ്റ്റ് കോമൺ, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ചിരിയാണ്. 67% ആളുകളും ഇങ്ങനെയാണ് ചിരിക്കാറ്. ഇത് ബോബ് ഷേപ്പ്, ഗ്രിന്നിങ് ഫ്രം ഇയർ ടു ഇയർ. ഒരു ചെവിയിൽ നിന്ന് മറ്റു ചെവി വരെ നീണ്ടു പോകുന്ന, കവിളിങ്ങനെ വിട്ടായി പോകുന്ന ഒരു ചിരിയാണ്. ഇത് ജൂലിയ റോബർട്ട്സ് ആണ് ആ ചുവന്ന ഡ്രസ്സ് ഇട്ടത്. അവരുടെ ചിരി ഭയങ്കര ഫേമസ് ആണ്. ഈ രണ്ടാമത് കാണിച്ചത് ഓഡ്രി ഹെബേൺ. അവരും ഈ ചിരിയുടെ കാര്യത്തിൽ ഭയങ്കര ഫേമസ് ആണ്. അവരുടെ സൈഡ് കണ്ടില്ലേ, അങ്ങനെ നീണ്ടു പോകുന്ന കണ്ടില്ലേ പുറകോട്ട്. അടുത്തത് കോംപ്ലക്സ് സ്മൈൽ. ഇതാരാന്ന് അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ? മെർലിൻ മൺറോയാണ്. റെയറസ്റ്റ് ആണ് ഈ ചിരി, വളരെ റെയറാണ്. മറ്റേത് 67% ആളുകൾ ആ ചിരിയാണ് ചിരിക്കാറ്. അപ്പം 2% ഓഫ് ദ പോപ്പുലേഷനെ ഇങ്ങനത്തെ ഇത്രയും കോംപ്ലക്സ് ആയിട്ട് ചിരിക്കാറുള്ളൂ. 3 ഗ്രൂപ്പ്സ് ഓഫ് മസിൽ വർക്ക് സൈമൾട്ടേനിയസ്ലി. ഈ ചിരിക്കാൻ 3 ഗ്രൂപ്പ് മസിൽസ് സൈമൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്താലേ ഇങ്ങനെ ചിരിക്കാൻ പറ്റുള്ളൂ.
വല്ലാതെ വാതുറന്നാണ് ചിരിക്കുന്നത്. അപ്പം അമർജ്യോതി മാം ഇത് കഴിയുമ്പോഴത്തേനും ഏകദേശം കണ്ടുപിടിച്ചാൽ മതി ഏത് ചിരിയാണ്. ഓരോരുത്തരും അവരവരുടെ ചിരി കണ്ടുപിടിക്കുക. വാട്ട് മേക്സ് ടീത്ത് സാഡ്? പല്ലിന് ദുഃഖം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആരാണ് പല്ലിനെ ദുഃഖിപ്പിക്കുന്നത്, വിഷമിപ്പിക്കുന്നത് ആരാണ്? Tiny invisible sugar monsters get super happy and make tooth acid. ഷുഗറാണ് ഏറ്റവും ദ്രോഹമായിട്ട്, പല്ലിൻ്റെ ഓപ്പോസിറ്റ് ശത്രുവായിട്ടുള്ളത് ഷുഗറാണ്. എവിടെ നോക്കിയാലും കുട്ടികളുടെ മുമ്പിൽ ഷുഗറാണ് താൻ. ഈ ഷുഗർ പല്ലിൻ്റെ അവിടെ പറ്റിപ്പിടിച്ചാൽ നമുക്ക് ഒരു പ്ലാക്ക് ഉണ്ടാവും. ആ പ്ലാക്കിൻ്റെ അവിടെ ടൂത്ത് ആസിഡ് ഉണ്ടാവും. ഈ ആസിഡാണ്, ടൂത്ത് ആസിഡാണ് പല്ലിന് പിന്നെ കേടുവരുത്തുന്നത് അതവിടെ ഇരിക്കുമ്പോൾ. കുട്ടികൾക്ക് പഞ്ചസാര എത്ര കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പിന്നെ പഞ്ചസാര നേരിട്ട് അല്ലാതെ തന്നെ ഇപ്പോഴത്തെ മോഡേൺ ഫുഡിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രോസസ്സ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പഞ്ചസാരയാണല്ലോ, അല്ലേ? പഞ്ചസാര ഇട്ട് വെച്ചാൽ ഇങ്ങനെയുള്ള സം ഷുഗറി ട്രീറ്റ്സ്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും കുട്ടികൾക്ക് ഇഷ്ടം. ഏത് കടയിലോട്ട് നോക്കിയാലും ഞാനിപ്പോൾ ഇവിടെ ആദ്യം കാണിച്ച പോലത്തെ ഇങ്ങനെയുള്ള എല്ലാ സാധനവും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. ഒരു കർട്ടൻ പോലെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും ഏത് കടയിൽ നോക്കിയാലും. കുട്ടികൾ ഇതാണ് ഏറ്റവും കൂടുതൽ വാങ്ങി തിന്നുന്നത്. അത് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും, നമുക്ക് പറയാം. കോമൺ ഡെന്റൽ പ്രോബ്ലംസ്: ടൂത്ത് ഡീക്കേ, ഗം ഡിസീസ്, ടൂത്ത് സെൻസിറ്റിവിറ്റി, ബാഡ് ബ്രീത്ത്, ടൂത്ത് ഗ്രൈൻഡിങ്, ക്രൂക്ക്ഡ് ടീത്ത്, ഓറൽ ക്യാൻസർ. ഇതാണ് കോമൺ ആയിട്ട് വരുന്ന ഡെന്റൽ പ്രോബ്ലംസ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും. കുട്ടികൾക്കാണ് തുടങ്ങുന്നത്. കാവിറ്റി, ഇത് ലീഡ് ടു എ സീരിയസ് ടൂത്ത് ഏക്ക്, ഇൻഫെക്ഷൻ ആൻഡ് ടൂത്ത് ലോസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇടയിൽ ഇരുന്നിട്ട് പഞ്ചസാര ചെല്ലുമ്പോൾ ആ പഞ്ചസാരയും കൂടെ കൂട്ടി അവരൊരു ടൂത്ത് ആസിഡ് ഉണ്ടാക്കുന്നു. ആ ആസിഡ് ആണ് ഇങ്ങനെയുള്ള കേട് കുട്ടികളുടെ പല്ലിന് അല്ലെങ്കിൽ വലിയവരുടെ പല്ലിനായാലും വരുത്തുന്നത്. രണ്ടാമത്തെ ഗം ഡിസീസ്. അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. ആൻ ഇൻഫെക്ഷൻ ഓഫ് ദ ടിഷ്യൂസ് ദാറ്റ് ഹോൾഡ് യുവർ ടീത്ത് ഇൻ പ്ലേസ്. നമ്മുടെ മോണയ്ക്കാണ് പ്രശ്നം വരുന്നത്. സ്റ്റേജസ് ഓഫ് പീരിയോഡോണ്ടൽ ഡിസീസ്. അതിൻ്റെ ഓരോ 4 സ്റ്റേജാണ് ഇവിടെ കാണിച്ചത്. ആദ്യത്തേത് പല്ല് ഹെൽത്തിയാണ്. ജിഞ്ചിവിറ്റീസ് ആണ് രണ്ടാമത്തേത്. എന്ന് പറഞ്ഞാൽ മോണവീക്കം തുടങ്ങി അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണ് മൈൽഡ് പീരിയോഡെന്റൽ. അടുത്തത് വല്ലാതെ അധികമായത്. അത് അപ്പോഴത്തേക്ക് പല്ലൊക്കെ അതൊക്കെ ഇങ്ങോട്ട് ഊരിപ്പോരുമല്ലോ, നന്നായിട്ട് മോണയൊക്കെ പഴുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോഴത്തേക്ക്. ഇത് പ്രിവെൻറ്റബിൾ ആണ്. നമ്മൾ പുവർ ഓറൽ ഹൈജീനാണ് ഇതിനെ ഇങ്ങനെ ഈ രോഗം ഉണ്ടാക്കുന്നത്. ഇത് വല്ലാതെ കൂടി വന്നാൽ നമ്മുടെ അസ്ഥിക്ക് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ താടിയെല്ലിന് വരെ ബുദ്ധിമുട്ട് ഇല്ലാതെ താടിയെല്ല് നഷ്ടപ്പെട്ടു പോകാനും നശിച്ചു പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ഈ രോഗം വരാതിരിക്കാൻ. ചെറിയൊരു മോണവീക്കം തുടങ്ങുമ്പോൾ തന്നെ അത് നമുക്ക് ആദ്യം മനസ്സിലാകാത്ത രീതിയിലേ ഇത് വരുന്നുള്ളൂ. നമുക്ക് മനസ്സിലാകുമ്പോഴത്തേക്കും അധികമാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഈ ഒരു അസ്ഥി നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് തിരിച്ച് കിട്ടൂല. നമ്മുടെ പല്ല് യഥാസ്ഥാനത്ത് വെക്കേണ്ടത് മോണയുടെ ഡ്യൂട്ടിയാണ്. മോണയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ തന്നെ ആകെപ്പെട്ടു. ടൂത്ത് സെൻസിറ്റിവിറ്റി. നമ്മൾ പല്ല് പുളിപ്പ് എന്നൊക്കെ പറയല്ലേ, അധികം ചൂട് പല്ലിന് തട്ടുമ്പോൾ, അല്ലെങ്കിൽ അധികം തണുപ്പ് തട്ടുമ്പോൾ, അല്ലെങ്കിൽ അധികം പുളി തട്ടുമ്പോൾ, അങ്ങനെയൊക്കെ നമ്മൾ പല്ല് പുളിപ്പ് എന്ന് പറയാറില്ലേ.
ഐസ്ക്രീം തിന്നാൻ പറ്റാതെ വരിക. അതാണ് ടൂത്ത് സെൻസിറ്റിവിറ്റി. അത് കൂടി വന്നാൽ പല്ലും മോണയും ചേരുന്ന അവിടെയുള്ള ആ പിന്നെ കറക്റ്റ്നെസ് ഇല്ലാതെ പോകും. അപ്പം ഘടന നഷ്ടപ്പെടും. അതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ട് അതാണ്. ബാഡ് ബ്രീത്ത്. പ്ലാക്ക് ബിൽഡപ്പ് ആൻഡ് ഫുഡ് ഡിപ്പോസിറ്റ്സ് ക്യാൻ ബി എ കോസ് ഓഫ് ഹലിയോട്ടോസിസ് ഓർ ബാഡ് ബ്രീത്ത്. ഇതും പുവർ ഓറൽ ഹൈജീൻ തന്നെയാണ് ഇതിൻ്റെയും കാരണം. അതർ കോസസ് ഇൻക്ലൂഡ് ഡ്രൈ മൗത്ത്, അല്ലെങ്കിൽ പിന്നെ ഡ്രൈ മൗത്ത് ആയിട്ട് ആകുന്നത്, ഇൻഫെക്ഷൻസ് ഇൻ ദ മൗത്ത്, ടോൺസിൽ സ്റ്റോൺസ്. കുട്ടികൾക്ക് സാധാരണ ഉണ്ടാവുന്നതാണ് ടോൺസിലിൻ്റെ അവിടെ ചിലപ്പോൾ നമ്മൾ അധികമാകുമ്പോൾ നോക്കിയാൽ, വാ തുറന്ന് നോക്കിയാൽ അവിടെ ഒരു വെളുത്ത അടയാളം കാണാം. അതാണ് ടോൺസിൽ സ്റ്റോൺസ്. കഴുത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് പിള്ളേർക്ക് വർത്താനം പറയാനും ഭക്ഷണം കഴിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത്തേക്ക് അത് ടോൺസിൽ സ്റ്റോണായി മാറിക്കാണും. ബാഡ് ബ്രീത്ത്. എഫക്ട്സ് ഓഫ് ടീത്ത് ഗ്രൈൻഡിങ്. ചിലർ കിടന്നുറങ്ങുമ്പോൾ പല്ല് കടിക്കുന്ന കാണാം. അത് പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അവിടെ നമുക്ക് കേൾക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമല്ല, ഇതൊരു ഹെൽത്തി ടീത്താണ്. ഈ വശത്ത് കാണുന്ന വലത്ത് വശത്ത്, ഇടത്ത് വശത്ത് കാണുന്നതാണ് ഗ്രൈൻഡിങ്ങിൽ വന്ന മാറ്റം. അബ്ട്രാക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ മോണയും പല്ലും ചേരുന്ന ആ ഭാഗത്തുള്ള മാറ്റം കണ്ടോ, വ്യത്യാസം കണ്ടോ. ഗം റിസഷൻ, മോണ കയറിപ്പോവും. അട്രീഷൻ. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണ്. ക്രൂക്ഡ് ടീത്ത്, അത് പിന്നെ മിസലൈൻഡായി പോകുന്നതാണ്. ഇങ്ങനെ ക്രൂക്ഡ് ടൂത്ത്, ഈ പല്ലിന് കേടുവന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിസലൈൻഡ് ആയി മാറും പല്ല്. പിന്നെ ഓറൽ ക്യാൻസർ. വായിൽ വരുന്ന ഏത് ക്യാൻസറും ഓറൽ ക്യാൻസറാണ്. അത് ഏത് വിധേനയും വരാം. അത് ഈ പല്ല് നമ്മൾ സൂക്ഷിക്കാതിരിക്കുന്നത് കൊണ്ട് വരാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് ഉള്ള ഒരു പരിഹാരം, അല്ലെങ്കിൽ ഇത് വരാനുള്ള കാരണം, നോട്ട് ബ്രഷിങ് ആൻഡ് ഫ്ലോസിങ്. ഫ്ലോസ് വൺസ് എ ഡേ. ഫ്ലോസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഇത്. ഒരു നൂല് പോലത്തെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക, ഈ ഒരു ഇതിൻ്റെ അകത്ത്. അത് നമ്മുടെ രണ്ട് പല്ലിൻ്റെ ഇടയിൽ കൂടെ പതുക്കെ വെച്ചിട്ട് അതിൻ്റെ അവിടെയുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കിക്കളയുന്നതാണ്. പിന്നെ ദിവസം അത് നമ്മൾ സാധാരണ കാണാറ് വലിയ ടൂത്ത് പിക്ക് കൊണ്ടാണ് നമ്മൾ പല്ലിൻ്റെ ഇടയിൽ തോണ്ടാറ്. അത് പല്ലിനും മോണയ്ക്കും കേടുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു അടുത്ത കാലത്താണ് ഈ ഫ്ലോസിങ്ങിൻ്റെ ഈ ഉപകരണം കാണാൻ തുടങ്ങിയത്. ഈ ബ്രഷിങ്ങും ഫ്ലോസിങ്ങും ഇല്ലാതിരിക്കുമ്പോൾ പല്ലിന് പ്ലാക്ക് ഉണ്ടാവും. ആ താഴെയുള്ള പല്ല് നേരത്തെ നല്ല പല്ല്, മുകളിലുള്ളത് പ്ലാക്കുള്ള പല്ലാണ്. ഇപ്പുറത്തുള്ളത് നല്ല ചിരിയാണ്. അപ്പോൾ പ്ലാക്ക് ഇല്ലാത്ത പല്ലിൻ്റെ ചിരിയാണ്. ഈ പ്ലാക്ക് എന്ന് പറയുന്നത് ഒരു നല്ല തണുപ്പത്ത് ഒരു കമ്പിളിയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് എത്ര സുഖം ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും സാറേ? നല്ല തണുപ്പിൽ കമ്പിളിയുടെ അടിയിൽ കിടക്കുമ്പോൾ. ഈ പ്ലാക്ക് പല്ലിനെ അങ്ങനെയാണ് വെച്ചോണ്ടിരിക്കുന്നത്. പ്ലാക്ക് ഉണ്ടെങ്കിൽ പല്ല് നല്ലൊരു കമ്പിളിക്ക് ഉള്ളിൽ കിടക്കുന്ന പോലെയാണ്. അപ്പോൾ പിന്നെ ഷുഗർ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ബാക്കി പരിപാടി അവർ ചെയ്തു. ബേബി സ്ലീപ്പിംഗ് വിത്ത് എ ബോട്ടിൽ ഗിവിങ് ദ ഷുഗർ മോൺസ്റ്റേഴ്സ് എ ലോങ് പാർട്ടി. ഇങ്ങനെ പാല് കുടിച്ച് കിടന്നുറങ്ങുന്ന കുട്ടി ഈ ഷുഗർ രാക്ഷസന്മാർക്ക് ഒരു സദ്യ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം രാത്രി മിക്കവാറും കുട്ടി ഉറങ്ങാൻ വേണ്ടി പാല് കുടിച്ചാണ് മിക്കവാറും ഉറങ്ങാറ്. അല്ലേ അമൃജ്യോതി മാം? എന്റെ മൂത്ത മോന് വെറും കയ്യും കുടിക്കായിരുന്നു. ഈ തമ്പ്
കമ്പ് കുടിച്ചിട്ടായിരുന്നു കിടക്കുക. അത് അതൊന്ന് ഭയങ്കര വായിച്ചു. ശരിക്കും അത് ശരിയല്ല അത്. രണ്ടാമത്തേത് വായിച്ചേക്കാമേ. Yes. Baby sleeping with bottle, giving the sugar monsters a long party. Do thumb sucking and pacifier use affect my child's teeth? Do thumb sucking and pacifier use affect my child's teeth? അപ്പൊ ഈ ഇങ്ങനെ പെസിഫയർ കൊടുക്കാറുണ്ട് കുട്ടികളെ. അത് കുറച്ച് നാളത്തേക്കൊക്കെ അത്യാവശ്യത്തിനൊക്കെ കൊടുത്താൽ കുഴപ്പമില്ല. ലോങ് ടേമിൽ ഇത് കൊടുക്കുന്നത് ഭയങ്കര ദോഷമാണ്. കുട്ടികളുടെ പല്ലിന്റെ ഷേപ്പ് മാറും, പല്ലിന്റെ shape. താടിയുടെ ഷേപ്പ് വരെ മാറാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ചെയ്താൽ. വളരെ നീണ്ട കാലത്തേക്കൊക്കെ അതും പിടിച്ചിങ്ങനെ നടക്കുമ്പം അമ്മമാർക്ക് എളുപ്പമുണ്ടല്ലോ, ആ രീതിയിൽ കൊണ്ടുനടക്കാറുണ്ട് സാധാരണ ചിലര്. ഹൗ ടു ടേക്ക് കെയർ ഓഫ് യുവർ ടീത്ത്. യൂസ് ഡെന്റൽ ഫ്ലോസ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഫ്ലോസ് ഉപയോഗിക്കുക. ബ്രഷ് യുവർ ടീത്ത് അറ്റ്ലീസ്റ്റ് ട്വൈസ് പെർ ഡേ. ഒരു ദിവസം 2 തവണയെങ്കിലും പല്ല് തേക്കുക, രാവിലെയും കിടക്കുന്നതിന് മുമ്പുള്ളതാണ് വളരെ പ്രാധാന്യം. ചേഞ്ച് യുവർ ടൂത്ത് ബ്രഷ് എവറി 3 months. 3 മാസത്തിലൊരിക്കൽ ടൂത്ത് ബ്രഷ് മാറ്റുക. ഷെഡ്യൂൾ ചെക്കപ്സ് വിത്ത് യുവർ ഡെന്റിസ്റ്റ് എവറി 6 months. 6 മാസം കൂടുമ്പോൾ ഡെന്റിസ്റ്റിനെ കാണുക. ബ്രഷ് ട്വൈസ് എ ഡേ. അത് ഒരു ദിവസം പോരാ, എല്ലാ ദിവസവും ചെയ്യണം. ഒരു ചെറിയ കടുകുമണിയോളം അല്ലെങ്കിൽ ഒരു പയറുമണിയോളം, കടുകുമണിയല്ല പയറുമണിയോളം മതി ടൂത്ത് പേസ്റ്റ് എടുത്താൽ മതി. പക്ഷേ പരസ്യത്തിലൊക്കെ ഭയങ്കര നീളത്തിൽ ഇങ്ങനെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് കുട്ടികളൊക്കെ അത്രത്തോളം എടുക്കുകയും ഉപയോഗിക്കുകയും ചെറിയ പിള്ളേർ, വളരെ ചെറിയ പിള്ളേർ കുറേ വിഴുങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു വേറെ പേസ്റ്റ്, അഥവാ ഇത്തിരി വിഴുങ്ങിയാലും കുഴപ്പമില്ലാത്ത ഒരു പേസ്റ്റ് വേണ്ടതാണ്. അത് നമുക്ക് മാത്രമേ അങ്ങനെ ശ്രദ്ധ കുറവുള്ളൂ. ഹൗ ടു ബി എ ടൂത്ത് സൂപ്പർ ഹീറോ. എങ്ങനെയാണ് ഒരു നമ്മുടെ പല്ല് സൂപ്പർ ഹീറോ ആകുന്നത്? അവർ സൂപ്പർ പവർ ഈസ് അവർ ടൂത്ത് പേസ്റ്റ് ആൻഡ് ടൂത്ത് ബ്രഷ്. നമ്മുടെ ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ ടൂത്ത് സൂപ്പർ ഹീറോസ് ആക്കുന്നത്. ഫ്ലോസ് വൺസ് എ ഡേ, ബ്രഷ് ട്വൈസ് എ ഡേ, പിന്നെ 3 മാസം കൂടുമ്പോൾ ബ്രഷ് മാറ്റുക. ഇതൊക്കെ ഹെൽത്തി സ്നാക്സ് ആണ്. ഇങ്ങനെ ഉള്ള സാധനങ്ങൾ ഞാൻ എൻ്റെ പിള്ളേർ ചെറുതായിരുന്നപ്പോൾ ആരും പറഞ്ഞിട്ടല്ല അറിയും, സ്വയം എന്തെങ്കിലും കഴിക്കാനൊക്കെ താമസം വരാതിരിക്കാനാണ് ചെയ്തുകൊണ്ടിരുന്നത്, വേഗം വാങ്ങി കഴിക്കാൻ വേണ്ടി. ദോശയൊക്കെ ചുടുമ്പോൾ ഞാനിങ്ങനെ ഒരു നക്ഷത്രം മോഡലിലും ഇങ്ങനെ കണ്ണും മൂക്കൊക്കെ വെക്കുന്ന പോലെയൊക്കെ വെറുതെ ഇങ്ങനെ, നമുക്ക് വലിയ പണിയൊന്നുമില്ല, ദോശക്കല്ലിൽ ഇങ്ങനെ ഷേപ്പ് മാറ്റി ഒഴിക്കും. അപ്പം അങ്ങനത്തെ ദോശയ്ക്ക് എനിക്ക് അത് നക്ഷത്രം കിട്ടിയില്ല എന്നും പറഞ്ഞ് പിടിച്ച് പറിച്ച് ഭക്ഷണം കഴിച്ചോളുമായിരുന്നു. രാവിലെ എല്ലാം കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് സ്കൂളിൽ പോകാൻ. അപ്പം ഇതുപോലെ ഈ ബ്രെഡിൽ കണ്ടില്ലേ, ഇങ്ങനെയുള്ള അവർക്ക് കഴിക്കാൻ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണെങ്കിലും നമ്മളിങ്ങനെയൊക്കെ അലങ്കരിച്ചൊക്കെ വെച്ച് കൊടുത്താൽ പിള്ളേർ കഴിച്ചോളും. അത് ഇപ്പോഴത്തെ അമ്മമാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ, കുട്ടി എന്താണോ ചോദിക്കുന്നത്, അത് ചോദിക്കുന്നത് നല്ലതായാലും വേണ്ടില്ല മോശമായാലും വേണ്ടില്ല, ആ ചോദിക്കുന്ന സാധനം ഓൺലൈനിലും ഇപ്പോൾ കിട്ടുമല്ലോ, പെട്ടെന്ന് മേടിച്ച് കൊടുക്കുക, വാങ്ങിക്കൊടുക്കുക. അല്ലെങ്കിൽ അത് കഴിച്ചിട്ട് വരുന്ന ദോഷത്തെ പറ്റിയൊന്നും അവർ ചിന്തിക്കുന്നില്ല. കുട്ടികൾ അടങ്ങിയിരിക്കുക, അതുമാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈറ്റ് ഹെൽത്തി, സ്മൈൽ ഹാപ്പി. അപ്പോൾ ഹെൽത്തി സ്നാക്സാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഇത് ഹെൽത്തി ഫ്രൂട്ട് ജ്യൂസാണ്. ഈ കരിമ്പിൻ്റെ ജ്യൂസ് നല്ല മധുരമുണ്ട്. നമുക്ക് മധുരമാണല്ലോ കുട്ടികൾക്ക് വേണ്ടത്. ഈ കരിമ്പിൻ്റെ ജ്യൂസിൻ്റെ മധുരം കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്കും ഹാമല്ല, നമുക്കും കഴിക്കാം. ഷുഗർ രോഗികൾക്കും കരിമ്പിൻ്റെ ജ്യൂസ് കഴിക്കാം. അത് വഴിയിലരികിലൊക്കെ ഇങ്ങനെ അത്ര ഹൈജീനിക് അല്ലാതെയാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ വഴിയരികിൽ ഞാൻ സാധാരണ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതങ്ങനെ വാങ്ങണം തോന്നിയാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങണം തോന്നിയാൽ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അവരുടെ പാത്രമെല്ലാം ഒന്ന് ആദ്യം നോക്കും. ആ പാത്രത്തിൽ പഴയത് അടിച്ചിട്ട് ഈച്ച വന്ന് കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയിച്ചിട്ട് കഴുകിയിട്ട് അവരുടെ ഐസും ഇടാതെ ഒറിജിനലാക്കി
വാങ്ങി കഴിക്കും. അതങ്ങനെയാണ്, അല്ലാതെ നമുക്ക് സ്വന്തം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇത് ഫ്രക്ടോസ് ആണ് അല്ലേ? ഷുഗർ അല്ല, ഫ്രക്ടോസ് ആണ്. അതാണ് ആ, എൻ്റെ. ഫ്രക്ടോസ് നല്ല. ഇതൊക്കെ ഒരു ഗമ കൊണ്ട് വഴിയരികിന്നൊന്നും വാങ്ങി കഴിക്കാൻ സുക്രോസ് ആരും ആണ് സാർ, ഇഷ്ടപ്പെടുന്നില്ല. സുക്രോസ്. ഫ്രക്ടോസ് ഫ്രൂട്ട്സിലെ ഷുഗറാണ്. ഈ നമ്മുടെ ഷുഗർ കെയിനിലുള്ളത് സുക്രോസ് ആണ്. ഓക്കെ. ഓക്കെ സർ, താങ്ക് യു സർ. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരാള് തകരയിൽ താളിച്ചത് ഇങ്ങനെ മനോരമയിലിട്ടതാണ്. ഇത് നമ്മുടെ ഇങ്ങനെയുള്ള പച്ചക്കറികളാണ്, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചതാണ്. അത് നന്നായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് നന്നായി കറി വെച്ച് ഭക്ഷണം പിള്ളേർക്ക് കൊടുത്ത് ശീലിപ്പിക്കുക. ഇത് ഓമന മഹാരാഷ്ട്ര. മാം, ഓമന മാം ആണോ അത് ഫോട്ടോയിലുള്ളത്? അതെ അതെ, പഴയ. ഐ സി, നല്ല സുന്ദരിയാണല്ലോ. പിന്നെ വെള്ളം, കുട്ടികൾ വെള്ളം കുടിക്കുന്നത് കുറയരുത്. റിമെമ്പർ, വാട്ടർ ഈസ് അവർ ടീസ് ബെസ്റ്റ് ഫ്രണ്ട്. യൂസ് വാട്ടർ ഓവർ ഷുഗറി ഡ്രിങ്ക്സ്. ചിലപ്പോൾ നമ്മളൊരു ഷുഗറി ഡ്രിങ്ക് കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുവാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ മേലെയുള്ള, അപ്പോൾ പിള്ളേർ സമ്മതിക്കില്ല, വായിലുള്ള ആ മധുരം പോകാൻ പിള്ളേർക്ക് ഇഷ്ടമുണ്ടാവില്ല. പല്ലിൻ്റെ മേലെയുള്ള ആ ഷുഗർ കുറേ ഒഴിവായി പൊക്കോളും. ഇതൊരു പത്രവാർത്തയാണ്. മഹാരാഷ്ട്രയിൽ സ്കൂളുകളിൽ ഷുഗർ ബോർഡ് വരുന്നു. പഞ്ചസാരയുടെ അമിതോപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കാൻ മഹാരാഷ്ട്ര. ലഘുഭക്ഷണങ്ങളിലെയും പാനീയങ്ങളിലെയും പഞ്ചസാരയുടെ അളവ്, ഉയർന്ന അളവിൽ മധുരം കഴിക്കുന്നതിൻ്റെ അനന്തരഫലങ്ങൾ എന്നിവ എഴുതി ബോർഡിൽ പ്രദർശിപ്പിക്കണം. ഇത് സംബന്ധിച്ച് നിർദ്ദേശം വെള്ളിയാഴ്ച സ്കൂളുകളിലെത്തി. ടൈപ്പ് 2 പ്രമേഹം, പൊണ്ണത്തടി, ദന്തപ്രശ്നങ്ങൾ തുടങ്ങി വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണിത്. പക്ഷേ ഈ കുട്ടികൾക്ക് സ്കൂളിൽ അവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ഓവർ കഴിച്ചാലുള്ള ബുദ്ധിമുട്ടുകൾ, അവർ ഏതൊക്കെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെയാണ് നമുക്ക് ആവശ്യം, അങ്ങനെയുള്ള ഒരു പഠനം ഒരു ബയോളജിയുടെ കെയർ ഓഫിലായാലും ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ കുട്ടികൾ കുറേയൊക്കെ 100% അല്ലെങ്കിലും കുട്ടികൾക്ക് മാറ്റം വരും. വിസിറ്റ് ദ ഡെന്റിസ്റ്റ് റെഗുലർലി. ഇടയ്ക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ തന്നെ ഡെന്റിസ്റ്റിനെ കണ്ട് അതങ്ങ് പരിഹരിച്ച് പോകണം. അത് നമ്മൾ വളരെ അങ്ങേയറ്റത്ത് ബുദ്ധിമുട്ടി നമ്മളെ ഉറക്കാത്ത സമയത്തിൽ പിള്ളേരെ സാധാരണ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് കാണാറുണ്ട്. ഈ ഗുഡ് സ്ലീപ്പ് വലിയവർക്കായാലും കുട്ടികൾക്കായാലും, ഈ ഗുഡ് സ്ലീപ്പ് നമ്മുടെ എല്ലാ ഫിസിക്കൽ ആരോഗ്യത്തിനും ഗുഡ് സ്ലീപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. Remember, our teeth are amazing. They help us eat, talk, and show off our beautiful smiles by brushing twice a day, flossing, eating healthy, good sleep, and visiting the dentist. We can all be tooth superheroes and keep our smiles sparkling bright. നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ലെറ്റ് us all promise to be tooth superheroes, protect our fantastic smile. നമ്മുടെ എല്ലാവരുടെയും ഏതുതരം സ്മൈലാന്ന് കണ്ടുപിടിച്ചില്ല, അവരവർക്ക് വിട്ടു. അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഒരു ടൂത്ത് സൂപ്പർ ഹീറോസ് ആകാം. പിന്നെ 1-2 അമേരിക്കയിൽ മുതിർന്നവരിൽ 25% പേർക്കും പല്ലുകളില്ല. അവരുടെ ഭക്ഷണത്തിൻ്റെയും ജീവിത രീതിയുടെയും പ്രത്യേകതയായിരിക്കും. പിന്നെ ജലദോഷം കഴിഞ്ഞാൽ ഏറ്റവും രണ്ടാമത്തെ അസുഖം പല്ലിൻ്റെ വേദനയാണ്. തേങ്ങ ഒരു പ്രകൃതിദത്ത ആൻറ്റി ബാക്ടീരിയൽ ഭക്ഷണമാണ്. മോണരോഗങ്ങളും അറകളും ഒഴിവാക്കാൻ ഈ തേങ്ങ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ 1498 അതും ചൈന തന്നെയാണ് ആദ്യമായി ബ്രഷ് കണ്ടുപിടിച്ചത്. 1498 അത് ശരിക്കും കുറ്റിരോമങ്ങളായിരുന്നു. പന്നിയുടെയും കുതിരയുടെയും ഒക്കെ രോമങ്ങൾ ഉപയോഗിച്ചാണ് അവരുണ്ടാക്കിയത്.
പിന്നെ 61% യൂത്തും ചിരി കൊണ്ടാണ് വേറൊരാളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടുന്നത്. അവരുടെ ചിരിയുടെ സൗന്ദര്യം കൊണ്ടാണ്. 1800കളിൽ ഡെന്റിസ്റ്റുകൾ, ബാർബർമാരും ബ്ലാക്ക് സ്മിത്സുമായിരുന്നു ഡെന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തത്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ മാം, താങ്ക് യു. വളരെ മനോഹരമായ ഒരു സെഷൻ. എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇത്ര കൃത്യമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം അല്ലേ? അത് കുട്ടിക്കാലം എന്നുള്ളത് ചിന്തിക്കേണ്ട, ഏത് പ്രായത്തിലും ദന്ത സംരക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരിയും അറിവുകൾ, ചിരിയുടെ സ്റ്റൈല് പോലും നമ്മളെങ്ങനെ ചിരിക്കുന്നത് നമുക്ക് പോലും അറിയില്ല. കാരണം നമ്മുടെ ചിരി നമ്മൾ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അത് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ മറ്റുള്ളവരുടെ ഇപ്പം മാം കാണിച്ച ചിരികളെല്ലാം നമ്മളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നമ്മളെങ്ങനെയാണ് ചിരിക്കുന്നതെന്ന് ഞാനും ഇങ്ങനെ ചിരിച്ച് നോക്കുമായിരുന്നു. എങ്ങനെയായിരിക്കും ചിരിക്കുന്നത്, ഇതിലേതാണ് സൂമിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഏതാണല്ലോ, പെട്ടെന്ന് നമുക്കൊന്ന് ചിരിച്ചൊക്കെ നോക്കാം. എനിവേ, വളരെ മനോഹരമായൊരു സെഷൻ, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പുതിയതായിട്ട് ഒരു തരം ടൂത്ത് പിക്ക് പോലത്തെ ഒരു സാധനം കാണാറുണ്ട്. അത് വളരെ പ്രയോജനകരമാണ്. ഞാൻ വളരെയധികം യൂസ് ചെയ്യാറുമുണ്ട്. അത് അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ നമ്മളെ പല്ലിൻ്റെ സംരക്ഷണത്തിന് ഗുണകരമാകും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇങ്ങനെയൊരു സാധനം കണ്ടിട്ടുണ്ടോ? അത് ഫ്ലോസിങ്ങിന്റെ ആ സാധനം തന്നെ കുറച്ചും കൂടി എളുപ്പത്തിനാക്കിയിട്ടുണ്ട് അല്ലേ സാർ? അതെ, അതിൻ്റെ ഒരു എഡ്ജും ഉണ്ട്. പിന്നെ ഈ ആ. പറഞ്ഞ ഫ്ലോസിങ്ങിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഇതുമുണ്ട്. പല്ലിൻ്റെ അകത്ത് ഇടാൻ പാകത്തിനുള്ള ആ ട്വൈനും ഉണ്ട്. ഇതാകുമ്പോ ഇതും നമുക്ക് കൂടെ ഇടാൻ പറ്റും. മറ്റേത് നമ്മൾ രണ്ട് വശത്തും പിടിച്ചിട്ട് ഇടാൻ ബുദ്ധിമുട്ടാണ്. ഇത് ഇൻബിൽറ്റ്, ഇതിൻ്റെ അകത്ത് ഇതുണ്ട് വളരെ കൃത്യമായിട്ട്. അതിൻ്റെ ഈ എൻഡിലും അതെ. പക്ഷേ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് ഒടിഞ്ഞു പോകും. പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ സംവിധാനങ്ങളുമുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. എനിവേ, താങ്ക് യു മാം. വളരെ സന്തോഷം. നല്ലൊരു വിഷയമായിരുന്നു. നമ്മളെ ടൂത്ത് ഹീറോസിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം രണ്ടാമത്തെ കിണത്തിലുള്ള ഒരു വേദനയായിട്ട് നമുക്ക് കണക്കാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലാണ് ഈ പല്ലുവേദനയൊക്കെ വരുന്നത്. സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായി പോകും. എനിവേ, താങ്ക് യു. റോയ് സർ, അനുഭവങ്ങളൊക്കെ ഒന്ന്. ഓക്കെ. അത് ഈ പല്ലില്ലാത്തവരും പല്ലിന് കുഴപ്പം വരുമ്പോഴും മാത്രമേ ഈ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും മറ്റതും അറിയുള്ളൂ. ചെറുപ്പത്തിൽ തന്നെ എൻ്റെ പല്ല് ഫ്രണ്ടില് പോയതാണ്, വേറൊന്നുമല്ല, വീണു പോയതാണ്. പക്ഷെ അന്ന് ഇത്രയും വലിയ ദന്തൽ ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിലും പണ്ട് കൽക്കട്ടയിലൊക്കെ പഠിച്ചവർ അവിടെ കേട്ട ഒരു ഡോക്ടർ എടുക്കുകയായിരുന്നു. അദ്ദേഹം അത് പറിച്ചെടുത്തപ്പോഴാണ് അറിയുന്നത് അത് ഒടിഞ്ഞു പോയതല്ല, ഉള്ളിൽ കയറിപ്പോയതാണ്. ഏതായാലും അന്നു മുതൽ ഞാൻ ഡെന്റിസ്റ്റിൻ്റെ സഹായത്താൽ ഫ്രണ്ടിൽ പല്ലുകൾ ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ ഒത്തിരി ബുദ്ധിമുട്ട് അതുകൊണ്ട് സഹിച്ചെങ്കിലും ഇപ്പോഴത്തെ മോഡേൺ ഇതനുസരിച്ച് പല്ലുകൾ ശരിയാക്കുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ പല്ലിൻ്റെ ഒരു ഉപയോഗം ശരി പല്ലിൻ്റെ പോലെ തന്നെ ഫീൽ ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഈ പല്ലിന് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ആരും ശ്രദ്ധിക്കാറില്ല പല്ലിൽ. പക്ഷെ മാഡം പറയുന്ന ഈ കാര്യങ്ങളൊക്കെ വളരെയധികം അമ്മമാരും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, ചെറുപ്പം മുതലേ ഈ പല്ലുകളുടെ കാര്യം. പിന്നെ ഈ പണ്ടും ഈ പല്ലിൻ്റെ കാര്യത്തിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ പല്ല് അതുപോലെ കീപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഗ്രാൻഡ് ഫാദറുമൊക്കെ. അപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് രാത്രിയിലും രാവിലെയും പല്ല് തേക്കണമെന്ന്. പക്ഷേ എങ്ങനെ പല്ല് തേച്ചാലും പല്ലിന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പല്ല് സംരക്ഷിക്കാനുള്ള ഭക്ഷണങ്ങളുടെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ, എത്ര തേച്ചാലും.
പിന്നെ അതുപോലെ വളരെ ഇമ്പ്രസീവായി തോന്നിയ ഒരു കാര്യമുണ്ട്, പേസ്റ്റ് ഉപയോഗിക്കുന്നത്. ഈ പിക്ചറിൽ കാണുന്ന പോലെ നീളത്തിൽ ബ്രഷ് മുഴുവൻ നിറച്ചു വെച്ച് പേസ്റ്റ് എടുത്താണ് തേക്കുന്നത്. അത്രയും പേസ്റ്റിൻ്റെ ആവശ്യമില്ല, ശകലം മതി എന്ന് മാഡം പറഞ്ഞല്ലോ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ സോപ്പിൻ്റെ പരസ്യവും. ഇങ്ങനെ സോപ്പ് തേച്ച് കുളിക്കുന്ന സോപ്പോട് കൂടിയാണ് ശരീരത്തിൽ തേക്കുന്നത്. അതല്ലാണ്ട് സോപ്പ് പതച്ചേച്ച് നേരത്ത് വയ്ക്കുകയല്ല. ഇതൊക്കെ അഡ്വർടൈസ്മെന്റ് കൊണ്ടും പരസ്യം കൊണ്ടും നമ്മളെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഈ പേഷ്യൻ്റെ കാര്യം ഓർത്തപ്പോൾ ആ കാര്യം കൂടി പറഞ്ഞതുകൊണ്ട്, അപ്പോൾ ഏതായാലും ഈ പല്ലിനെ കുറിച്ച് ഇതുപോലെ ദന്ത ഡോക്ടറെ അടുക്കൽ ചെല്ലുമ്പോൾ മാത്രം അവർ വല്ലതും പറയുന്ന ഗൈഡ് ലൈൻസ് അല്ലാതെ വേറെ ആരും ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല. അത് വളരെയധികം യൂസ്ഫുൾ ആണ് മാഡത്തിൻ്റെ പ്രസൻറ്റേഷൻ. അത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വവും കൂടി ഞാൻ ഏറ്റെടുക്കുന്നു. താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, അമൃതജ്യോതി മാം പറഞ്ഞു. സാബു സാർ, ഓമന ടീച്ചറ്, വളരെ നല്ല ക്ലാസ്. എല്ലാവർക്കും താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. അതായത് ശരിയാണ്, പലപ്പോഴും നമ്മൾ ചെറിയ കുട്ടികളെ പല്ലിന്റെ കാര്യം ശ്രദ്ധിക്കാറേ ഇല്ല. ഇപ്പോഴത്തെ പാരന്റ്സ് തീരെ ശ്രദ്ധിക്കാറില്ല. ഈ മധുരമുള്ളൊന്നും കൊടുത്ത് രാത്രിക്ക് എന്റെ മോന്റെ കുട്ടികളൊക്കെ അവരൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല, ഞാൻ കാണില്ല. രാത്രി ഞാനിങ്ങനെ പറയും പല്ല് തേക്കണം, എന്നിട്ട് സ്കൂളിലെ ടീച്ചറെ കൊണ്ട് പറയിപ്പിച്ചാൽ അവള് ചെയ്യാൻ തുടങ്ങും. ടീച്ചർ പറഞ്ഞപ്പോ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് ടീച്ചേഴ്സ് നല്ലൊരു പങ്ക് വഹിക്കാൻ പറ്റും. ശരിക്കും ഈ ചില ഒരു 6 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ടീച്ചേഴ്സ് പറഞ്ഞതാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ സ്കൂളിൽ നിന്നൊക്കെ ഞങ്ങൾ അങ്ങനെ കുട്ടികളോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കലുണ്ടായിരുന്നു. കൗൺസിലിംഗ് ഒക്കെ പോകുമ്പോൾ പ്രിൻസിപ്പൾ പറയും, നിങ്ങൾ പറഞ്ഞാല് നമ്മൾ പറഞ്ഞ കുട്ടികളെ കേൾക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ രാത്രി ഉറങ്ങാൻ നേരം പല്ല് തേക്കണം, ഇല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞ കുട്ടികൾ അതുപോലെ ചെയ്യുന്ന പാരന്റ്സും വന്ന് പറയാറുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു ടീച്ചറെ. ടീച്ചർ പറഞ്ഞത് എല്ലാം ശരിയാണ്. അതായത് പല്ല് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ നമ്മളാരും പല്ലിനെ ശ്രദ്ധിക്കില്ല. പിന്നെ പല്ല് വേദന വന്നിട്ടുള്ള ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ എന്തോ ഒരു ഭാഗ്യം ദൈവം അനുഗ്രഹിച്ചിട്ട് എന്റെ ഒരു പല്ല് ഇതുവരെ പോയിട്ടില്ല. ഇതുവരെ പല്ല് വേദന ഞാൻ അനുഭവിച്ചിട്ടുമില്ല. അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പക്ഷെ പല്ലുവേദന ഞാൻ കണ്ടിട്ടുണ്ട്. പല്ലുവേദന അനുഭവിക്കുന്ന ആൾക്കാരെ വേദന അത്രയും അസഹ്യമായ വേദനയാണ്. അപ്പൊ നമ്മള് പല്ലിനെ വളരെ ശ്രദ്ധിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ ആൾക്കാരാണ്, ഇന്ത്യക്കാരാന്ന് തോന്നുന്നു തീരെ ശ്രദ്ധിക്കാത്ത. വിദേശത്തൊക്കെ പല്ല് നിർബന്ധമായിട്ടും എല്ലാ കൊല്ലവും ക്ലീൻ ചെയ്യിക്കുക, അവർ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മളെവിടെ വളരെ കുറവാണ്. ഈ പറഞ്ഞ മാതിരി ചാവാനായാലും നമ്മൾ അത്രയും വേദന സഹിച്ചുകൂടെങ്കിൽ മാത്രമേ ഡോക്ടറെ കാണിക്കൂ. ഓക്കെ മാഡം, താങ്ക് യു വെരി മച്ച്. നല്ല താങ്ക് യു. രമാവതി മാം പറയൂ. സാബു സാർ, ഓമന മാം, ക്ലാസ്സിൽ ഞാൻ ലേറ്റ് കമറാണ്. പക്ഷെ ഈ പല്ലിൻ്റെതായതുകൊണ്ട് ഞാൻ കയറിയതാണ്. അത്രയും തിരക്കുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ എനിക്ക് തോന്നി, സോറി എല്ലാവരും ഈ ക്ലാസ്സിൽ മുതിർന്നവരൊക്കെ ഉണ്ട്, പ്രസവ വേദന, പല്ല് വേദന, ചെവി വേദന, ഇതെല്ലാം ഭയങ്കര വേദന എന്ന് പറയപ്പെടുന്നത്. അത് ഞാൻ അനുഭവിച്ചും കൂടിയാണല്ലോ. അപ്പം അത്രയും വേദന ഉണ്ടാവും. അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പല്ലുവേദന. അപ്പം ശരിക്കും പറഞ്ഞാൽ പല്ലുവേദനക്ക് എൻ്റെ അമ്മയുള്ള സമയത്ത് എന്തോ ഒരു പച്ച മരുന്ന് ചെവിയിൽ ഒഴിക്കലുണ്ട്. പക്ഷെ പല്ലുവേദന ക്ലിയർ ആയിട്ട് പോയി എന്നുള്ള റിസൾട്ടാണ് എല്ലാവർക്കും കിട്ടുക. അത് എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല, സോറി. ഞാൻ ഒരു 30 കൊല്ലമായിട്ട് ഈ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. പരസ്യമല്ല, നൈട്രാജെൽ കാണാമോ? കാണാം. നൈട്രാജെല്ലാണ്. ഞാനും കുമാരേട്ടനും എവിടെ പോകുമ്പോഴും ഇതേ കൊണ്ടുപോകുമല്ലോ. നമുക്ക് പല്ലുവേദന വരാറില്ല, അതാണ് വാസ്തവം. എനിക്കോ കുമാരേട്ടനോ ലൈഫിൽ ഞാൻ ഇങ്ങനെ പല്ലുവേദനയായിട്ട് അങ്ങനെ ഇതായിട്ടില്ല. കാരണം ഇപ്പം ജ്യോതി മാം പറഞ്ഞ പോലെ, അമർജ്യോതി മാം പറഞ്ഞ പോലെ എനിക്കുണ്ടല്ലോ 32 പല്ലും ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പല്ല് നഷ്ടമായത് എങ്ങനെയാണെന്ന് ഞാൻ പറയണം. കാരണം ഞാൻ പല്ല് വേദന വന്നിട്ടല്ല, പല്ല് ചെറുങ്ങനെ ഒരു ദ്വാരം ഉണ്ടായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിലാണ് മംഗലാപുരത്ത് പോയിട്ടാകുമ്പോൾ അവർ റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്തു. അവസാനം ഒരു ഇതിൻ്റെ അടക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് UK യിലേക്കുള്ള വിസ വന്ന സമയമായിരുന്നു. അപ്പം ഡേറ്റ് ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു എന്താ ചെയ്യുക, ഇതിങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എൻ്റെ പല്ലൊന്ന് എടുത്ത് കളയാന്ന് വെച്ചിട്ട്
നിർബന്ധപൂർവ്വം പല്ലെടുത്തിട്ടാകുമ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചെയ്ത വളരെ മോശമായിപ്പോയി, കാരണം നിങ്ങളെ പല്ല് നല്ല പല്ലുകളാണ്, എന്തിനാണ് ഇത് എന്നെ കൊണ്ട് ചെയ്യിച്ചത്. കാരണം അമ്മയ്ക്കും ഏട്ടൻ 72 വയസ്സ് മരിക്കുമ്പോഴും ഒരു പല്ലും പോയില്ല. കാരണം എനിക്ക് തോന്നുന്നു പാരമ്പര്യം ഇതിന്റെ ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പല്ലിന്റെ പറയുമ്പം ചിലവർക്ക് പല്ല് വേഗം ഉണ്ടാവുന്നുള്ളത്. അപ്പം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ പേസ്റ്റാ കൊടുക്കുക. അതായത് ഈ പേസ്റ്റിൽ തന്നെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഇതെല്ലാം ഉണ്ടാകുമ്പോൾ പല്ലിന് അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. ഞാൻ മോളെ അടുത്ത് UK പോയിട്ടാകുമ്പോൾ പേസ്റ്റിൽ എഴുതിയിട്ടുണ്ട് സർ മാഡം, കാരണം 1 to 2, 2 to 3 to ഇങ്ങനെ പേസ്റ്റ് എത്ര വയസ്സുള്ള കുട്ടികൾക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതാ അവർ സെലക്ട് ചെയ്യുക, അതാ അവർക്ക് കുട്ടികൾക്ക് കൊടുക്കുക. ഈ പറഞ്ഞ പോലെ പല്ല് ചെറിയ കുട്ടികൾ നമ്മൾ ഇവിടുന്ന് ചെറിയ കുട്ടികളെ ഒന്നുമില്ലെങ്കിൽ ആ കുട്ടികളെ ഇങ്ങനെ പിന്നെ മടിയിലിരുത്തിയിട്ടോ അല്ലെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ കൈ കൊണ്ടെല്ലാം തേപ്പിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നത് അങ്ങനെ വേണ്ട കുട്ടികളോട്, അവര് അത് കുറച്ചിങ്ങനെ വായിലിട്ടിട്ട് കഴിക്കുകയോ എന്തെങ്കിലും ചെയ്യുമോ, എന്തെങ്കിലും ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവർക്കൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം മാം പറഞ്ഞ പോലെ നമ്മൾ പാരൻസ് പറയുന്നതിനേക്കാളും എന്ത് കാര്യമായാലും ടീച്ചേഴ്സ് പറയുന്നത് തന്നെ നല്ലത്. കാരണം പാരൻസ് പറഞ്ഞാൽ അത്ര ഉൾക്കൊള്ളൂല അവര്. ടീച്ചർമാർ പറയുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ എന്തോ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ എനിക്ക് ശരിക്കും മോമന മാം കുറച്ച് സമയം ഞാൻ അവിടെ പുറത്തവിടെ തിന്നലിരുന്നിട്ട് കേട്ടെ ക്ലാസ്. അതായത് മാം പറഞ്ഞില്ലേ, ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, 2 കാറെല്ലാം വരുമ്പോൾ ലൈറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ രാത്രി നമ്മളിങ്ങനെ ചിരിച്ചിട്ട് നമ്മളെ ഇഷ്ടം കാണിക്കുക. ആ ഇഷ്ടം കാണിക്കുമ്പോൾ അവർ അതിന് നല്ലൊരു ഇതാണ്. കാരണം അത് മനസ്സിൽ ദുഃഖം ഉണ്ടെങ്കിലും നമ്മൾ ആ ദുഃഖം ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ചിരിക്കുക കാണിച്ചിട്ട്. അതിന് മറ്റേ ഇതിൻ്റെ ഒരു പാട്ടുണ്ട്, ചിരി കൊണ്ട് മൂടും മൗന ദുഃഖങ്ങൾ ചിലരുടെ സമ്പാദ്യം. കാരണം നമ്മൾ ഉള്ളില് ദുഃഖം ആക്കിയിട്ട് ആളെ കാണും ചിരിക്കും. അങ്ങനെയെല്ലാം പല്ലിയല്ല എൻ്റെ ഈ ക്ലാസ് നല്ലോണം ഉപയോഗിച്ചു. ഇത് സാറ് പറഞ്ഞ പോലെ ഇത് ഇവിടെ ഈ വീട്ടില് കുമാരട്ടൻ അധികം ഉപയോഗിക്കുന്ന സാധനമാണ്. സാറ് നേരത്തെ കാണിച്ചില്ലേ, ഇതിവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. നല്ലതാണ് സാറേ, അത് വളരെ നല്ലതാണ്. കാരണം മറ്റേ ഇതൊന്നും എന്താ ചിലവരിങ്ങനെ ഈർക്കിലെല്ലാം കുത്തും, അതെല്ലാം കേടുവരും, പല്ല് കേടുവരും. അതുകൊണ്ട് രാത്രി പല്ലേക്കും നമ്മള് ഡെയിലി ട്രെയിനിൽ 11 മണിക്ക് ട്രെയിൻ കയറിയാലും ഞാനുണ്ടാവും വേഗം ബ്രഷ് എടുത്തിട്ട് പല്ലേക്കുന്നു, അങ്ങനെ തേക്കുന്നതാണ്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു മാഡം, നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ബോധവൽക്കരണം, നമുക്ക് എല്ലാവർക്കും ബോധവൽക്കരണമായിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സാബു സാർ. ഓക്കെ, താങ്ക് യു മാം. വേറെ ഇനി ആർക്കാ പറയാനുള്ളത്? ഡോക്ടറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? യെസ് പ്ലീസ്. പറയാം. ഞാൻ ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നതിൽ ഈ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ അമർജ്യോതി മാഡത്തിനെ എപ്പോഴും ഞാൻ ഈ ചിരി ഇങ്ങനെ പാല് തിളച്ച് തൂവില്ലേ, അതേപോലെ ചിരിച്ചുകൊണ്ട് എപ്പോഴും സംസാരിക്കാറുള്ളു. അപ്പം നമ്മൾ ഒരാളിനെ കാണുമ്പോഴും എപ്പോഴും ഈ ചിരിയുടെ പല്ലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഓമന മാഡത്തിൻ്റെ ക്ലാസ് കേട്ടപ്പോഴാണ് ഞാനും റിയലൈസ് ചെയ്തത്. കാരണം ഇപ്പോൾ ഈ പാലക്കാട് ബൈ ഇലക്ഷൻ നടത്തിയപ്പോൾ 3 സ്ഥാനാർത്ഥികളുടെയും പോസ്റ്റർ കണ്ടപ്പോഴാണ് 3 പേരുടെ 3 തരം പല്ലാണെന്ന് അറിഞ്ഞത്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന പല്ല് കാണിച്ച് ചിരിക്കണം, ആ പല്ല് കാണിച്ച് ചിരിച്ച് ഉള്ള പോസ്റ്റർ വന്നാലേ നമ്മൾ അവരെ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇപ്പോൾ പിന്നെ പല്ലിൻ്റെ ആരോഗ്യത്തെ പറ്റിയിട്ട് നമ്മളധികം ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങൾ ഓമന മാഡം പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഓമന മാം BDS എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ഒരു ദന്ത ഡോക്ടർ തരുന്ന പോലെയുള്ള ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തരികയുണ്ട്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഉമിക്കരി ഇട്ടങ്ങ് പല്ല് തേക്കലായിരുന്നു. അപ്പോൾ നമ്മളന്ന് ധരിച്ചിരുന്നത് അമർത്തി തേച്ചാൽ അങ്ങ് വൃത്തിയാകുമെന്നൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് മുതിർന്നു കഴിഞ്ഞ് ഈ ദന്ത ഡോക്ടർമാരെ കണ്ടപ്പോഴാണ് അവർ പറഞ്ഞത് ഈ 2 മിനിറ്റ് എടുക്കാവൂ, പല്ല് അമർത്തി തേച്ചാൽ അതിന് കേടുവരും, അപ്പോൾ അതിൻ്റെ ഭംഗി പോവും എന്നൊക്കെ പറഞ്ഞത്
ഇതാണ്. പക്ഷേ ഓമന മാഡത്തിൻ്റെ ക്ലാസ്സിൽ നമ്മുടെ ഈ പുകയിലയും കൂടെ ഉൾപ്പെടുത്തായിരുന്നു. ഈ പാലക്കാടൊക്കെ ഒരുപാട് വെറ്റില മുറുക്കുകാരും ഈ പുകയില വായിലിട്ട് ചവയ്ക്കുന്നവരും ഒക്കെ ഉണ്ട്. അതുപോലെ സിഗരറ്റ് വലിക്കാരും ഒക്കെ. ഈ ബീഡി വലിക്കുന്നവരുടെ സിഗരറ്റ് വലിക്കുന്നവരുടെയൊക്കെ പല്ലങ്ങ് വളരെ ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ നിറം മാറി മഞ്ഞ നിറമാവാറുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ സെൻസോഡൈൻ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇത് മാറും എന്നൊക്കെ പറഞ്ഞൊരു സുന്ദരി വന്ന ആളുകളെ പറ്റിക്കുന്നുണ്ട്. ഈ പേസ്റ്റ് തേച്ചാലൊന്നും പല്ലിൻ്റെ ഈ ഇത് മാറില്ല. ദന്ത ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ചികിത്സ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഈ പല്ലിൻ്റെ ഭംഗിയെപ്പറ്റിയും ചിരിയുടെ ഭംഗിയെപ്പറ്റിയും ഒക്കെ നല്ല ധാരണയുണ്ട്. കല്യാണത്തിന് മുന്നേ ബ്യൂട്ടീഷ്യനെ കാണുന്നതിന് മുന്നേ തന്നെ പല്ല് കമ്പി കെട്ടി താഴ്ത്തി ചിരിയുടെ ഭംഗിയൊക്കെ വരുത്താനും ഒക്കെ ഇപ്പോൾ ശ്രമിക്കാറുണ്ട്. വളരെ ശ്രദ്ധാപൂർവ്വം. പണ്ടൊക്കെ കോന്ത്രപ്പല്ലിയായിട്ടുള്ള കൂട്ടുകാരികളൊക്കെ എനിക്ക് ധാരാളം ഉണ്ടായിരുന്നു. അവരെയൊക്കെ അങ്ങനെ നമ്മൾ രഹസ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് എൻ്റെ ചേച്ചിമാരും ഒക്കെ ആ കോന്ത്രപ്പല്ലി ഇന്നായിരുന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം ഈ പ്ലക്ക് ചെയ്ത് കളഞ്ഞിട്ട് ഭംഗി വരുത്താറുണ്ട്. അതുപോലെ നമ്മുടെ ഈ ദിലീപിൻ്റെ മഞ്ജു വാര്യരില്ലേ, മഞ്ജു വാര്യർക്കിൻ്റെ പല്ലിനൊരു പ്രത്യേകതയുണ്ട്. അത് എപ്പോഴും ഈ അഡീഷണൽ റോസ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ സർജറി നടത്തി പല്ല് കളഞ്ഞിട്ട് 32 വരെ ഒരു 64 പല്ല് അവർ വലിച്ചു കളഞ്ഞിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില പല്ലുകളുണ്ട്. പക്ഷേ അവരെയൊക്കെ നമുക്ക് ഏറ്റവും സിനിമാടികളിൽ കാവ്യ മാധവൻ്റെ പല്ലാണ് സൂപ്പർ പല്ലായിട്ട് ഈ ദന്തൽ ഡോക്ടർമാരുടെ അസോസിയേഷനൊക്കെ തിരഞ്ഞെടുത്തത്. കാരണം ഈ പറഞ്ഞ പോലെ അഴകുള്ള പല്ലായിട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് പല്ലൊക്കെ ചിരിയുടെ രീതിയെ മാറും കേട്ടോ. എൻ്റെ പല്ല് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചിരി. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പേര് പറയുന്നില്ല ഞാൻ, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അന്ന്. അതും കഴിഞ്ഞ് ഈ വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുമ്പോൾ ആളിൻ്റെ മുഖേ മാറി വലിയ അഴക് വെച്ചിരിക്കുന്നു. അപ്പം ഞാനങ്ങ് ചോദിച്ചു എന്താണ് അത്, പല്ല് കെട്ടി അത് ശരിയാക്കിയതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറയാൻ. ഈ ഒരിക്കലും പല്ല് എടുത്ത് കളയല്ലേ. രമാവതി മാഡം പറഞ്ഞത് ഈ പല്ലിൻ്റെ ഇതിൽ നമ്മുടെ മെമ്മറിയെ ബാധിക്കുന്ന ഒന്നാണ്. നമ്മൾ ഈ പല്ല് പൊട്ടിച്ച് കളയുമ്പോൾ അതിന് പകരമായിട്ടാണ് ഈ റൂട്ട് കനാൽ വന്നത്. കാരണം ഈ പല്ല് മാത്രമല്ല, അതിലേക്ക് വന്നിരിക്കുന്ന നേർസും ബ്ലഡ് വെസൽസും ഒക്കെ പറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ ബോൺ പൊട്ടിച്ചിട്ടാണ്, ജോ ബോൺസ് പൊട്ടിച്ചിട്ടാണ് ഇതെടുത്ത് കളയുന്നത്. ഇത് നമ്മുടെ മെമ്മറിയെ ബാധിക്കും. ഒന്നിലധികം പല്ല് ഇതുപോലെ എടുത്ത് കളഞ്ഞിട്ടുള്ളവർക്കൊക്കെ ഓർമ്മ കേടുവരും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും പല്ല് കളയാതിരിക്കുക. അതിനെ ഇപ്പോൾ ക്രൗൺ ചെയ്യാനും ഒക്കെ ഈ മുൻഭാഗം തേഞ്ഞു പോയവരൊക്കെ ചിരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടും മറച്ചു പിടിച്ചിട്ടും ഒക്കെ പുഞ്ചിരിക്കുന്ന ധാരാളം പേര് ഞങ്ങളുടെ പാലക്കാട്ടുണ്ട്. കാരണം ഇവിടെ ഈ ഫ്ലൂറൈഡ് കൂടുതലുള്ളതുകൊണ്ട് പല്ലിൻ്റെ ഇനാമൽ തേഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ചിരിയിൽ പല്ലിൻ്റെ വൈകൃതം അതിന് വരെ ഒന്ന് ക്രൗൺ ചെയ്താൽ മതി. ആ തലപ്പൊന്ന് പിടിപ്പിച്ച. ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ദന്ത ഡോക്ടർമാർ സൗന്ദര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നവരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്നും ഇനി വലിയ സൗന്ദര്യം ആവശ്യമില്ല. നമ്മളൊക്കെ ഈ ഇതാണെങ്കിൽ പോലും പല്ലിൻ്റെ കാര്യത്തിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ പല്ല് കുത്തൽ അത് ഭയങ്കരമായിട്ട് ഇറച്ചിയൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഈ വലിയ പാരക്കോല് പോലുള്ള ഈർക്കിലിയൊക്കെ എടുത്തിട്ട് പല്ലിൻ്റെ ഇടയിൽ കുത്തി പറിച്ച് ഇതൊക്കെ എടുത്ത് കളയുന്നത് അത് നമ്മുടെ ഒരു നാട്ടിൻപുറത്തെ ഒരു ശീലമാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഫ്ലോസ് ഒക്കെ ഉപയോഗിച്ചിട്ടും പാലക്കാടൊരു പ്രത്യേകത ഈ നമ്മുടെ വേപ്പ് മരങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ വേപ്പിലയുടെ ചെറിയ നാരോ ആയിട്ടുള്ള തണ്ടുണ്ട്. അത് ഈ സ്ട്രോങ് അല്ല, അത് ബ്രിട്ടിലല്ല, ഒരു ഫ്ലെക്സിബിളാണ്. ഈ ഫ്ലോസ് പോലെ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പല്ല് കുത്താനായിട്ട് ഉപയോഗിക്കാം. പിന്നെ 2 നേരം ബ്രഷ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ബ്രഷിങ്ങിലും ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ ഈ പല്ലിലിട്ട് ഉരയ്ക്കുന്നതിന് വരെ ഈ പല്ല് ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് മോളിയും താഴേക്കാണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാലും നമുക്കത് ഈ വിരലുകൊണ്ട് നമ്മുടെ മോണ ഈ ഗംസ് നല്ലവണ്ണം ഒന്ന് മാസേജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. കാരണം ഈ ഗമ്മിൻ്റെ മോണയുടെ ബലമാണ് പല്ലിനെ അവിടെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ ഗ്യാപ്പില്ലാതെ ഇരിക്കുന്നതുമൊക്കെ അമർത്തി മോണ ഒഴിയുന്ന ഒരാളിന് ഈ പല്ലിന് സാധാരണഗതിയിൽ ഒരു കേടും വരില്ല. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് പ്രത്യേകം എല്ലാ ദിവസവും രാവിലെ ഈന്ന് ചിരിപ്പിച്ചിട്ട് പിള്ളേരെ മുഴുവൻ ടീച്ചർ നോക്കുക. അപ്പോൾ ഈ ബ്രഷ് ചെയ്യാത്തവരെ ഡയറിയിൽ എഴുതി കൊടുത്തയക്കും, ബ്രഷ് ചെയ്യിക്കണം എന്നും പറഞ്ഞ് എഴുതി കൊടുക്കും. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ടീച്ചർ അവിടെ വെച്ച് തന്നെ പല്ല് തേപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലാവകാശ കമ്മീഷൻ നമ്മുടെ പേരിൽ കേസെടുത്ത് ടീച്ചറെ അറസ്റ്റ് ചെയ്ത് ഉള്ളാക്കും. അതുപോലെ ഈ പോടടയ്ക്കൽ, ഈ ഭക്ഷണ സാധനം പല്ലിൻ്റെ ഇടയിൽ കയറുന്നു എന്ന് കണ്ടാൽ
നിർബന്ധമായിട്ട് നമ്മൾ ഒരു ദന്ത ഡോക്ടറെ കണ്ടിട്ട് അതിൽ ഈ പോടടയ്ക്കുക എന്ന് പറയില്ലേ, ഇവിടെ പാലക്കാട് ഞങ്ങൾ പോടടയ്ക്കുക എന്നാണ് പറയുക. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാവിറ്റി ഫില്ല് ചെയ്യുക. അപ്പോൾ അതിൽ ക്യാവിറ്റി ഫില്ല് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, പല്ല് പോലെ തന്നെ ഇരിക്കും, യാതൊരു വ്യത്യാസം വരില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഭക്ഷണം കുടുങ്ങാത്ത രീതിയിൽ നമുക്ക് അത് ഭംഗി, എപ്പോഴായാലും ഭംഗി ചിരിയുള്ള ഒരാൾ, ഈ പ്രേമക്കാരെയൊക്കെ നോക്കിയിട്ടില്ലേ, അവരാദ്യം ഈ പ്രണയത്തിൻ്റെ ഈ തൂവൽ സ്പർശം ഏൽക്കുന്ന ഒരു നറും പുഞ്ചിരിയിലും ഈ അഴകുള്ള ഒരു ഭംഗി ഉള്ള ഒരു ചിരിയിലും ഒക്കെയാണ് ഈ പ്രണയം തുടങ്ങുന്നത്. അപ്പോൾ പല്ലിന് ഇപ്പോൾ ഓമന മേഡം പറഞ്ഞപ്പോഴാണ് ഞാനും സാബു സാറിനെ പോലെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ചിരിച്ചു നോക്കി എൻ്റെ പല്ല് ഏതാണെന്ന്. അപ്പോൾ അമർജ്യോതി മേഡത്തിൻ്റെ ചിരി എന്ന് പറഞ്ഞാൽ ഈ ജിഞ്ചിവൽ സ്മൈലിംഗ് ആണ്, മോണ കാണിച്ച ചിരി. അത് അത് ഞാനത് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഒരു കാര്യം പറയാം സാർ, സാബു സാർ, ഇപ്പോൾ ഈ കുട്ടികളെയൊക്കെ ചിരിക്കുന്നത് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ബ്യൂട്ടി പാർലറിലൊക്കെ, നല്ല ബ്യൂട്ടി പാർലറിലൊക്കെ ഈ ചിരി അവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചിരി എങ്ങനെയാണ് ഈ സ്മൈൽ ചെയ്യേണ്ടതെന്ന്. നമ്മൾ പണ്ട് നാച്ചുറലായിട്ട് അങ്ങ് പുഞ്ചിരി പോലെ ആക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പോൾ അത് ട്രെയിനിങ് ഉണ്ട് അതിന്. ഈ നമ്മുടെ ഡിംപിൾസ് കാണിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ചിരിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ മോണ കാണിച്ച ചിരിയാണ് ഇപ്പോൾ വലിയ മാർക്കറ്റ്. നോക്കിയിട്ടില്ലേ ഫിലിം സ്റ്റാർസ്, അതേപോലെ നമ്മുടെ ടീനേജേഴ്സ് പിള്ളേരെല്ലാവരും വായ തുറന്ന്, അത് മെർലിൻ മെൻറോയുടെ ചിരി അനുകരിക്കുകയല്ല, ഇപ്പോൾ അതിനാണ് ഡിമാൻഡ്. മൗത്ത് ഓപ്പൺ ചെയ്തിട്ട് മോണ കാണിച്ചിട്ടുള്ള ചിരി. അപ്പോൾ അതൊക്കെ ഈ ബ്യൂട്ടീഷ്യൻസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പാലക്കാട് തന്നെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള 2-3 ബ്യൂട്ടി പാർലർ ഉടമകളൊക്കെ എനിക്ക് പരിചയക്കാരുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് പിള്ളേർ ട്രെയിനിങ് എടുക്കുന്നുണ്ട്, ഈ ചിരിക്കേണ്ട, മുഖം പിടിക്കേണ്ടതും ഒക്കെ. അപ്പോൾ ഭയങ്കര സൗന്ദര്യബോധം വന്നപ്പോഴത്തേക്കാണ് പല്ലിന് വലിയ പ്രാധാന്യം. പക്ഷെ ഞാൻ തീരെ ശ്രദ്ധിക്കാത്ത എൻ്റെ അവയവം എൻ്റെ പല്ലായിരുന്നു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കേടൊന്നും വരാതെ ഒരു ഈ വിസ്ഡം ടീത്ത് എടുത്ത് കളയും. ഇപ്പോൾ പുതിയൊരു ഇതാണ് ഈ വിസ്ഡം ടീത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞ് വന്ന 4 പല്ലില്ലേ, അത് കേടില്ലാതെ തന്നെ ഇപ്പോൾ റിമൂവ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഡെന്റിസ്റ്റുകളും. കാരണം പിന്നീട് ഭാവിയിൽ ഈ ബ്രഷ് അവിടേക്ക് എത്തുന്നില്ല, അതുകൊണ്ട് ഇത് എടുത്ത് കളയാം. പക്ഷെ നെവർ ഡു ദാറ്റ്, കാരണം ഇത് മെമ്മറിയെ ബാധിക്കുന്നതാണ്. കാരണം ആദ്യത്തെ ഓർമ്മ വരുന്നത് നമ്മുടെ സക്ലിങ്ങിൽ നമ്മുടെ മെമ്മറി കേന്ദ്രത്തിനെ ഉദ്ദീപിപ്പിക്കലാണ് വരുന്നത്. അപ്പോൾ ഈ വായിലെ പല്ല് പറിച്ച് ഇളക്കി കളയുമ്പോഴത്തേക്ക് സംഭവിക്കുക മെമ്മറിയെ ലോങ് റണ്ണിൽ നമ്മുടെ മെമ്മറി ലോസ് ഉണ്ടാകും. അതുകൊണ്ട് കഴിയുന്നതും പല്ല് എടുത്ത് കളയാതിരിക്കുക. എടുത്ത് കളയാതെ അതിനെ ഫില്ല് ചെയ്യുകയും ക്രൗൺ ചെയ്യുകയും പിന്നെ റൂട്ട് കനാൽ ചെയ്യുകയൊക്കെ ചെയ്ത് നിലനിർത്തുക. എന്തായാലും നമ്മുടെ പക്ഷേ ഈ എല്ലാവരും നല്ല മധുരപുഞ്ചിരിയുള്ളവരാണ്, അത് പ്രത്യേകം. ഞാൻ രമാവതി മാഡമൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ സ്വയം ചിരിക്കുകയാണ്, സ്വയം ഹസിക്കുക എന്നൊക്കെ നമ്മൾ സാഹിത്യത്തിൽ പറയുന്നത്. അത് ഒക്കെ കാണുമ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി അളക്കാൻ വളരെ നല്ലത് ചിരിയുടെ ഒരു അഴകും ഭംഗിയാണെന്ന് വരുന്നത്. എന്തായാലും വളരെ വളരെ രസകരമായിട്ടുള്ള വണ്ടർഫുള്ളായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഓമന മാഡം. താങ്ക് യു. അല്ല സാറേ, നാച്ചുറലായിട്ട് ചിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരാണ്. ഈ വിദേശത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അതെ ചിരികളാണ് അതെ അതെ അല്ലേ, അതെ അതെ ഭയങ്കര അതെ അതെ. ഈ ടോം ക്രൂയിസിനെ പോലെ ഈ ട്രെയിൻഡ് ആണ്, ഈ ടോം ക്രൂയിസിന്റെ ചിരി ട്രെയിൻഡ് ആണ്. അതേപോലെ മോഹൻലാൽ. അങ്ങേരുടെ പല്ല് കോന്ത്രപ്പല്ലായിരുന്നു ആദ്യം. അതെ 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 അതെ, അത് ഇങ്ങനെ ഭംഗി വരുത്തി എടുത്തിരിക്കുന്നതാണ്. അതേപോലെ ഈ മോഹൻലാലിൻ്റെ ആദ്യത്തെ മുഖം ഉണ്ടല്ലോ, അത് പാലക്കാട് വന്ന് ഈ കഥകളി ചവിട്ടി കുഴിച്ചിലുകാരെ കൊണ്ട് ഈ കാലിൻ്റെ പെരുവിരലുകൊണ്ട് ചവിട്ടി ഒഴിഞ്ഞ് ഈ ലോവർ ജോ ഇത് ഈ ഇങ്ങനെ നിന്നിരുന്നത് നിരത്തി അങ്ങനെ ആക്കിയപ്പോഴത്തേക്കാണ് അദ്ദേഹം നമുക്ക് പ്രിയങ്കരനായ നായകനായിട്ട് മാറിയത്. ഈ അത് ഗമ്മും ടീത്തും ഒക്കെ എന്തുമാത്രം ഒരാളിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. ഈ കഥകളി ചവിട്ടി കുഴിച്ചിലിൽ വന്ന് മുഖം ചവിട്ടി കുഴിഞ്ഞിട്ട് അഴക് വരുത്തിയ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ എന്തായാലും നല്ലൊരു ക്ലാസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ നമ്മൾ ഈ മനഃശാസ്ത്രം കേട്ടിരുന്നപ്പോൾ നമ്മുടെ സ്വന്തം പല്ലേലും നോക്കാൻ പ്രേരിപ്പിച്ചത്. താങ്ക് യു. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാം അല്ലേ. അതെ 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 അതെ, പക്ഷെ കാലമൊക്കെ കഴിഞ്ഞു, ഇനി പേരക്കുട്ടികളുടെ പല്ല് ശ്രദ്ധിക്കാം. അല്ല, ഡോക്ടർ പറഞ്ഞ പോലെ എന്നാലും കൂടുതൽ ശ്രദ്ധിക്കാത്ത കാരണം കുഴപ്പമില്ല, നല്ല അഴകുണ്ട്, ഒരു കുഴപ്പമില്ല. ഓക്കെ, സ്നേഹലത മാം എന്തോ പറയുന്നുണ്ട്. എനിക്ക് പല്ലൊന്നും ഇല്ല, ക്യാൻസർ വരും, കേടുവന്ന് പല്ല് വായി നിർത്തിക്കൊണ്ടിരുന്നാലെന്ന് വിചാരിച്ച് ഞാൻ ഏത് പല്ലിന് കേടുവന്നാലും അതങ്ങ് എടുപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം മിക്കവാറും പല്ലൊന്നും ഇല്ലെന്ന് പറയും. പിന്നെ റൂട്ട് കനാൽ ചെയ്തിട്ടുമുണ്ട്. പിന്നെ റൂട്ട് കനാൽ ചെയ്യുന്നത് അതിൻ്റെ ശാസ്ത്രീയമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അതിന് കുഴപ്പമാണോ ഇല്ലയെന്ന് ഇനി പിന്നെ എങ്ങാനേ അറിയത്തുള്ളൂ. അതൊക്കെ ഓമന മാഡത്തിന് അറിയാമെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം, റൂട്ട് കനാലിനെ കുറിച്ച്.
പിന്നെ നമ്മൾ പണ്ട് ഇത് മാവല കൊണ്ട് തേക്കുമായിരുന്നു. അപ്പം മാവലയിൽ ഫ്ലൂറൈഡ് ഉണ്ടോ? പണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, പഴുത്ത മാവല കൊണ്ട് പല്ല് തേച്ചാൽ പുഴുത്ത പല്ലും തനി വെള്ളയായിടുമെന്ന്. മാവലയുടെ കാര്യം മാമനെ അറിയാവോ? നമ്മള് മാവില പണ്ട് അതുപോലെ നമ്മുടെ തന്നെ പണ്ടത്തെ ആളുകളുടെ പല്ലൊക്കെ വളരെ റെഡി ആയിട്ടിരുന്നത് മാവല, ആര്യവേപ്പിന്റെ ഇല, അതിന്റെ തണ്ട് ഒക്കെ കൊണ്ട് അവര് ശ്രദ്ധിച്ച് ചെയ്തത് കൊണ്ടാണ്. ഇപ്പൊ അവരെ പോലെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാൻ നേരമില്ല. നമ്മൾ ഭയങ്കര ബിസിയാണ്. നമുക്കൊന്നും വളരെ സമാധാനത്തിലും സാവധാനത്തിലും മൈൻഡ്ഫുൾ ആയിട്ടും നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഈ പ്ലാറ്റ്ഫോമിലെങ്ങാനും ഇരിക്കുന്നവരെങ്ങാനും ചെയ്താലേ ഉള്ളൂ. പിന്നെ ഇത് അടയ്ക്കുന്ന മെറ്റീരിയൽ ഇത് നമ്മുടെ വയറ്റിലോട്ട് അല്പാൽപമായിട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. ലെഡോ എന്ത് വെച്ചാണ് അടയ്ക്കുന്നത്? അല്പമായിട്ടൊന്നും പോകത്തില്ല, പോവാണെങ്കിൽ ഒന്നിച്ചങ്ങ് പോവുള്ളൂ. ഒന്നിച്ചങ്ങ് പോകും, ഒരൊറ്റ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ആ കാരണം അത് ശരിക്കും പറഞ്ഞാൽ പല്ലിനേക്കാളും ഹാർഡാണത്. അങ്ങനെ പോകത്തില്ല, അത് പൊട്ടി പൊട്ടി ചിലപ്പോൾ അങ്ങോട്ട് കയറി പോകാം. എല്ലാം എങ്ങനെയാണെങ്കിലും ഇതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആദ്യം പറഞ്ഞത് തന്നെയാണ്, വളരെ ശ്രദ്ധയോടെ പല്ലുകളെ പരിപാലിക്കുക. അതാണ് അതിൻ്റെ ബെസ്റ്റ് പാർട്ട്. പക്ഷേ സാബു സർ, അതെനിക്ക് തോന്നുന്നു പണ്ട് എൻ്റെ പണ്ട് എല്ലാം കൊച്ചിലേ തൊട്ടേ അങ്ങ് പോയി. ഇനി അണപ്പല്ലൊക്കെ 2-3 ഒക്കെ ഉള്ളു, ബാക്കിയെല്ലാം പോയി. സാബു സർ, പണ്ട് ഈ പണക്കാരെ പൈസക്കാരാണെന്ന് അറിയിക്കാൻ വേണ്ടി സ്വർണ്ണപ്പല്ല് സ്വർണ്ണപ്പല്ല് കെട്ടുമായിരുന്നു. സ്വർണ്ണപ്പല്ല്. എന്നിട്ട് അവരെപ്പോഴും ചിരിച്ചിട്ട് ഈ സ്വർണ്ണപ്പല്ലാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അല്ല, ഈ സ്വർണ്ണപ്പല്ല് വെക്കുന്ന എങ്ങനെയാന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അവിടെ ഇത് പൂശുന്നതല്ലേ, സ്വർണം പൂശുന്നതല്ലേ. അത് അന്ന് അങ്ങനെയൊക്കെ ചെയ്യാനും ആരാ ബ്ലാക്ക് അല്ല ചേച്ചി, സ്മിത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് പല്ല് അങ്ങനെ. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിപ്പോ പൂശി വെക്കുന്നതല്ലേ, അത് തന്നെ ഇച്ചിരി പണം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ റീസൺ അതെ, പറഞ്ഞില്ലേ, അത് പണം പൂശി കൂടുതലുണ്ട്. കൊടുക്കണ്ടേ, ആരെങ്കിലും പൂശി കൊടുക്കണ്ടേ? അല്ലല്ല, ജീവനുള്ള പല്ല്. അതൊക്കെ ഉണ്ട്, സിസ്റ്റം ഉണ്ടായിരിക്കും, കാണുമായിരിക്കും. ഇപ്പൊ പക്ഷെ അങ്ങനെ കാണാറില്ല. ഇപ്പൊ അങ്ങനെ ആരും സ്വർണ്ണപ്പല്ലൊന്നും വെച്ച് നടക്കാറില്ല. ഈ അല്പത്തരം ഇപ്പൊ ആരും കാണിക്കില്ല, ഇല്ല. അല്പന്മാരൊക്കെ. അത് പല്ലും പറിച്ചുകൊണ്ട് ആൾക്കാർ പോകുന്നത്. പിന്നെ ഈ ഡോക്ടർ പറഞ്ഞ ഈ ഒരു പോയിന്റ് വളരെ ശ്രദ്ധിക്കാം കേട്ടോ, മെമ്മറി. പക്ഷെ ഇന്ന് വരെ അതാരും പറഞ്ഞു കേട്ടില്ല. കാരണം എൻ്റെ പല്ലാണെങ്കിൽ 4, 5, 6 പല്ല് ഞാൻ പറിച്ചു കളഞ്ഞു. ഇനിയിപ്പോ എങ്ങനെ ആ മെമ്മറി ഉണ്ടാകും എന്നുള്ള പല്ല് അത് കറക്റ്റാണ്. മാത്രമല്ല ഇപ്പൊ സർ, എനിക്ക് ഈ ഫീൽ ചെയ്താൽ എൻ്റെ മെമ്മറി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് ഒന്നും ഓർത്തിരിക്കാൻ പറ്റില്ല, ഒരു നമ്പർ പോലും ബേസിക്കലി. എപ്പോഴും നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അല്ലാതെ മെമ്മറിയിൽ നിന്ന് അത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനൊന്ന് ഞെട്ടി, സത്യം പറഞ്ഞാൽ. ലോങ് ടൈം മെമ്മറി ഡ്രെയിൻ ഔട്ടാകും സാർ. ഈ പല്ല് എടുത്തു കളയുന്നതോടുകൂടി ആ ഭാഗത്തേക്കുള്ള ഈ നമ്മുടെ മോട്ടോർ സെൻസറി സിസ്റ്റത്തിൽ ഈ സെൻസറി കേന്ദ്രങ്ങൾ അവിടെ നിർജ്ജീവമായി പോകും. ഈ പല്ല് വലിച്ച് പറിച്ച് കളയുമ്പോഴത്തേക്ക് അവിടുന്ന് വരുന്ന ഈ നേർസില്ലേ, അത് ബ്രേക്ക് ആയി പോയി, അതെ, ബ്രേക്ക് ആയി പോയി. കണക്ടിവിറ്റി ഇല്ല. ആക്ടിവിറ്റി ഇല്ലാതായി പോയി. അതുപോലെ തന്നെ ചെറിയ പിള്ളേരുടെ കാത് കുത്തിയാൽ അവിടെ ഒരുപാട് നെർവ്സ് ഒന്നിച്ച് വരുന്നതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കാത് കുത്തുന്നത് ആണ് നല്ലത്. അതെ, അത് ശരിയാണ്. മാഡം പറഞ്ഞത് വളരെ ശരിയാണ്. മറ്റേത് ഈ കുട്ടി അറിയാതിരിക്കാൻ വേണ്ടി, കുട്ടിയെ പറ്റിക്കാൻ വേണ്ടി ചെറിയ പ്രായത്തിൽ അങ്ങ് തുളച്ചു കൊടുക്കുമായിരുന്നല്ലോ അങ്ങോട്ട്. അത് ഈ മെമ്മറിയെ ബാധിക്കുന്ന ഒന്നാണെന്ന് ഞാനും വായിച്ചിട്ടുണ്ട്. അത് പിന്നെ ഡോക്ടർ പറഞ്ഞില്ലേ ഗമ്മ അമർത്തി തേക്കണമെന്ന്, അത് കറക്റ്റ് ആണ്. ശരിക്കും എൻ്റെ അച്ഛമ്മയൊക്കെ എപ്പോഴും പറഞ്ഞുതരായിരുന്നു, ഗമ്മ ഇങ്ങനെ അമർത്തി ഭയങ്കര നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ലതാണെന്ന് പറയുന്നു. ബ്ലഡ് സർക്കുലേഷൻ മാത്രമല്ല മാഡം, ഈ ഫുഡ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും, പിന്നെ ഈ നമ്മുടെ ഹാലിറ്റോസിസ് എന്ന് പറഞ്ഞ വായ്നാറ്റം ഇല്ലേ, ഈ ഫൗൾ സ്മെൽ, അത് വായിൽ നിന്ന് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ രാത്രിയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഈ പെരുവിരലുകൊണ്ട് മോണ മാത്രം ഒന്ന് ഉഴിഞ്ഞു കൊടുക്കുകയും പിന്നെ പെരുവിരലും ചൂണ്ടുവിരലും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടിയിൽ നിന്ന് മേലോട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുമ്പോഴത്തേക്ക്, അതെ, നമ്മൾ ഇങ്ങനെ ആക്കുകയും പിന്നെ സ്ക്യൂസ് ചെയ്ത് അടിയിൽ മുകളിലേക്ക് ഒന്ന് നമ്മൾ പ്രസ് ചെയ്താൽ, ഗമ്മിൽ പ്രസ് ചെയ്താൽ, പല്ലെല്ലാം തൊടണ്ട, പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ഫ്ലൂയിഡ് അതിൽ നിന്ന് യൂസ് ചെയ്ത് നമ്മുടെ വായിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് അറിയാൻ പറ്റും ആദ്യമൊക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ ആ ഗമ്മ് സ്ട്രോങ് ആണ്, ആ പല്ലിനെ അത് ഇങ്ങനെ പിടിച്ച് നിർത്തി അവിടെ അങ്ങോട്ട് വെച്ചിരിക്കുക. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ലാതാവാനും നല്ല സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണത്. അപ്പം നമുക്കത് ഇന്ന് മുതൽ ചെയ്തു തുടങ്ങാം കേട്ടോ. ശരിക്കും ഒരു ടച്ച് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടാണ് അല്ലേ, ടച്ച്. നമ്മുടെ അതെ. പല്ലിന് ആവശ്യമായ ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ക്യൂറായി. സാർ, ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ബ്രഷ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സൈക്കോളജി ഉണ്ട്. അത് എന്താണെന്നറിയാം, നമ്മൾ കണ്ണടച്ച് പിടിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് നോക്കുക.
മറ്റേത് നമ്മൾ ഓരോ കാര്യം ആലോചിച്ചുകൊണ്ടും ഒക്കെ ചുമ്മാ ഇട്ട് ഉരയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ കണ്ണ് ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കിയാൽ പല്ലെല്ലാ പല്ലിലേക്ക് നമ്മുടെ ചെറിയ ടൂത്ത് ബ്രഷ് എത്തുന്നോ എന്നുള്ളത് നമ്മളൊരു ധ്യാനം പോലെ ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കിയാലുണ്ടല്ലോ, നമ്മുടെ കണ്ണടച്ച് പിടിച്ചാൽ നമുക്കറിയാം ഈ ബ്രഷ് എവിടെ എത്തി, എവിടെ എത്തിയില്ല, ഉള്ളിൽ തന്നെ ലോവർ ജോയിൽ അപ്പർ ജോയിൽ എത്തിയോ, ഔട്ട് സൈഡ് എത്തിയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മൊളാഴ്സിലെത്തിയോ പ്രീ മൊളാഴ്സിലെത്തിയോ എന്നൊക്കെ നമ്മൾ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഈ 2 മിനിറ്റ് നേരത്തെ ബ്രഷിങ്ങിലൊന്ന് കണ്ണടച്ച് പിടിച്ച് നോക്കി ഭയങ്കര വ്യത്യാസം വരും കേട്ടോ. മറ്റേ നമ്മൾ ചുമ്മാ 4 വര വരയ്ക്കുകയല്ലേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ. എന്നിട്ട് നമ്മൾ സ്കൂളിൽ കുഞ്ഞിനെ വിടാൻ വരുന്ന അമ്മമാരെ നോക്കിയിട്ടില്ലേ, നൈറ്റി ഇട്ടുകൊണ്ട് ഈ ബ്രഷ് കടിച്ചു പിടിച്ചുകൊണ്ട് റോഡിൽ വാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വായിലേ ബ്രഷും പേസ്റ്റും എടുത്ത് വായിലേക്ക് തിരികെ വെച്ചുകൊണ്ട് കൊച്ചിനെ സ്കൂളിൽ വിടാനായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുക. ഇവർ ബ്രഷ് ചെയ്തോന്ന് ചോദിച്ചാൽ ചെയ്തു, പക്ഷേ ഇവർ ഈ മൈൻഡ്ഫുൾ ബ്രഷിങ് ആയില്ലത്. നമ്മൾ ഈ കണ്ണടച്ച് പിടിച്ചുകൊണ്ടൊന്ന് 2 മിനിറ്റ് ഇന്ന് രാത്രി ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കി മൈൻഡ്ഫുൾ ബ്രഷിങ് നമുക്ക് ഗംഭീരമായിട്ട് അറിയാനും പറ്റും, പല്ലിനെ നമ്മൾ സ്നേഹിക്കാനും തുടങ്ങും. ഓക്കെ, എന്തൊക്കെ കാര്യം നമ്മൾ പണ്ടെല്ലാം പറയുന്നത്. നമ്മ അറിയാത്ത സമയത്ത് ഇങ്ങനല്ലേ തേക്കല്, ഇങ്ങനെ തേക്കണം അതെ 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 അതെ, മോളിയും താഴേക്ക്. അല്ലെ നമ്മള് അതുകൂടെ പണ്ടൊക്കെ ഓർക്കുന്നുണ്ട്, ഈ ഞാനൊക്കെ ഓർക്കുന്നത് നമ്മള് സ്റ്റെയർ കേസിന്റെ അവിടെ കയറി അങ്ങ് ഇരിക്കും ഈ ബ്രഷ് പായി വെച്ചുകൊണ്ട്. പിന്നെ നമ്മള് കുറേ സമയം കഴിഞ്ഞ് വീട്ടിൽ ആരെങ്കിലും വന്ന് വിളിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്, കാരണം മറ്റേതോ സ്വർഗത്തിലായിരിക്കും. ഓക്കെ, വേറെ ആർക്കും എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറയൂ. അത് നവീൻ കുമാർ, അത് നവീൻ സാവു സാറ് ജോസ്. പറഞ്ഞ പോലെ എല്ലാരും കൂടിയിട്ട് കുളത്തിന്റെ അടുത്തെല്ലാം ഇരുന്നിട്ടുണ്ടെങ്കിലേ കുളത്തില് കല്ലെല്ലാം എറിഞ്ഞോണ്ടും പിന്നെ അതിങ്ങനെ മീനെല്ലാം നോക്കിക്കൊണ്ടും എല്ലാം കുറെ സമയം എടുത്തോണ്ടാ ചെയ്യാം. സാവു സാർ അതുപോലെ പണ്ട് ഈ ചകിരി ഉണ്ടല്ലോ സാറേ, ഈ ചകിരിന്റെ നാരെടുത്തിട്ട് പിന്നെ അത് കാസർഗോഡ് ഭാഗത്ത്, ഞങ്ങള് കാസർഗോഡ് താമസിച്ചത്. അപ്പൊ അധികം പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സാധനം മുസ്താക്ക് എന്ന് അതിനെ പറയാ. അതായത് ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ഹാഫ് സർക്കിളിലുള്ള ഒരു സാധനം. ഇതിനിങ്ങനെ നല്ല സ്റ്റൈലിൽ കെട്ടിയിട്ടുണ്ടാവും. അതിനുള്ള ഒരു നൂലുണ്ട്, പൊട്ടാത്ത, അതെല്ലാം കെട്ടിയിട്ട് ഇതിന്റെ 2 അറ്റം ഇങ്ങനെ ഇത് അതിങ്ങനെ തുറന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് വല്യ കേൾക്കുന്നുണ്ടായത്. നമ്മളെ വീട്ടിൽ ആ സാധനം ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് ആ മുസ്താഖ് എന്നുള്ള സാധനം ഈ ചകിരി കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അത് അവിടെയുള്ള ഒരുപാട് വീടുകളിലെല്ലാം ഇതന്നെ ഉപയോഗിക്കാൻ നേരം. ബ്രഷും പേസ്റ്റ് എന്ന് പറഞ്ഞൊരു വിപ്ലവമായി പോയി. അതൊരു അസാധ്യ കണ്ടുപിടുത്തം എന്ന് പറയാം, അല്ലേ? എല്ലാം തൂത്ത് മാറ്റിക്കളഞ്ഞു. പക്ഷെ പുറത്തുള്ള കുട്ടികളാണല്ലോ അത് കഴിച്ചാലും കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞത്. അത് കുട്ടികൾക്ക് വേണ്ടി ശ്രദ്ധിച്ചുണ്ടാക്കുന്ന പേസ്റ്റാണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ. അതായത് ഈ പേസ്റ്റ് അധികം ഉപയോഗിക്കുമ്പോ പേസ്റ്റിന്റെ വിപണിയിൽ വിൽപ്പന കൂട്ടാൻ വേണ്ടിയിട്ട് പണ്ട് ഒരാള് വലിയൊരു യോഗം നടക്കുകയാണ്, ഇവരെല്ലാം കൂടിയിട്ട്, ഡോക്ടേഴ്സ് എല്ലാം കൂടിയിട്ട്. അപ്പൊ യോഗം നടക്കുമ്പോ എങ്ങനെയാ ഇത് ഇപ്പം എല്ലാരും കുറച്ച് ചിലവര് ഇങ്ങനെ പേസ്റ്റ് എടുക്കുമ്പോ അത് കുഞ്ഞ് ആ ദ്വാരത്തിലെ കുറച്ചല്ലേ വരുള്ളൂ. അപ്പൊ അവിടെ ചായ ആയിട്ട് വന്നു ശിപായി ചായ ആയിട്ട് വന്നിട്ടാകുമ്പോ പറഞ്ഞു, തലയിലും ചൊറിഞ്ഞോണ്ട്, സാറന്മാർ ഇപ്പൊ സംസാരിക്കുന്ന ഞാൻ കേട്ടു, ഇതിന്റെ എങ്ങനെയാ വർദ്ധിപ്പിക്കുക, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ എന്നാ പറഞ്ഞു. ആ പറഞ്ഞോളൂ. അപ്പൊ പറഞ്ഞു, സാർ അതിന്റെ വായുവട്ടം കുറച്ച് വലുതാക്കിക്കൂടെ സാറേ, അപ്പൊ എല്ലാരും കുറച്ച് അധികം പേസ്റ്റ് എടുക്കൂലെന്ന്. അങ്ങനെയാണ് പേസ്റ്റിന്റെ, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും സാറേ ഈ കോൾഗേറ്റ് എല്ലാം. അതൊരു വലിയ മാർക്കറ്റിംഗ് തന്ത്രമാണത്. ഓക്കെ, അപ്പോൾ വേറെ ഇനി ആർക്കെങ്കിലും നവീൻ കുമാർ എന്തെങ്കിലും പറയുന്നോ? നമ്മളിങ്ങനെ ജോർജ് പറയല്ലേ, സാറ് പല്ല് പുറത്തേക്ക് തേച്ചവരെല്ലാവരും വന്നു. പറയണം, പല്ല് തേക്കുന്നവരെല്ലാവരും പറയണം എന്ന് പറയുന്നത്. ജോർജ് സാർ പറയാത്തവര് പല്ല് തേക്കാത്തവര്. ജോർജ് സാർ കേൾക്കുന്നുണ്ടോ? ഇല്ല. ജോർജ് സാറ് സാറ് ട്രാൻസ്ഫോർമേഷനിലേക്ക് ആയില്ല, പേര് മുഴുവൻ വന്നാലോ ട്രാൻസ്ഫോർമേഷൻ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു അമന മാം, വളരെ മനോഹരമായ ഒരു സെഷൻ. ഇതുപോലെ തന്നെ ഒരു സെഷൻ നമ്മൾ വ്യാഴാഴ്ച സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് കാണും. ഇതുപോലെ നമുക്ക് നല്ല സൂപ്പർ ഡിസ്കഷനിലേക്ക് കടന്നു പോകാം. എല്ലാവരും സ്ട്രെസ്സിനെ നോക്കിക്കൊണ്ടു വന്നുള്ളൂ. സ്നേഹലത മാം ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സ്നേഹലത മാം റെഡിയാണല്ലോ അല്ലേ? റെഡിയാണ് സർ. ശരി, ഓക്കെ. അപ്പം ഓമന ടീച്ചർ, താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു സർ. മനോഹരമായ ടോപ്പിക്, സാധാരണ ആരും പറയാത്തൊരു ടോപ്പിക്. നമുക്കൊരു പുതിയ, ഞാൻ ഡെന്റിസ്റ്റിന്റെ അടുത്ത് ഈ അടുത്ത ദിവസം പോയായിരുന്നു. അപ്പൊ അവിടെ ചെറിയ കുട്ടികളെ കണ്ടമാനം കൊണ്ടുവരുന്നു, ചെറിയ കുട്ടികളെ, തീരെ ചെറിയ കുട്ടികളെ. എന്നിട്ട് അവര് അവിടെ ഇങ്ങനെ കിടത്തി കഴിയുമ്പം ഈ കോലും ഒക്കെ എടുത്ത് ഡോക്ടർ വരുമ്പോ ഇവര് കരയാൻ തോന്നും. അപ്പൊ ഒരു ഡോക്ടറോട് കിടന്ന് കഥ പറയലും ഭയങ്കരമായിട്ട് അതിനെ ഇതാകുന്നുണ്ട്.
പിന്നെ അമ്മമാരെന്നാ ചെയ്യുന്നത് വെച്ചാൽ മൊബൈലങ്ങ് കൊടുക്കും. മൊബൈലങ്ങ് കൊടുത്തിട്ടാണ് പല്ല് നോക്കിക്കുന്നത്. ഇവര് മൊബൈല് പറയട്ടെ, നമ്മൾ ഓരോ പല്ലേലും ഡോക്ടർ ഇങ്ങനെ തൊട്ട് നോക്കും. ഇതാണ് പല്ല്, ഈ പല്ല് നല്ലതാണോ, ഇതിന് അറ്റമുണ്ടോ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം അത് വായി കൈയിട്ടാലല്ലേ ഇതൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, നോക്കാൻ പറ്റുള്ളൂ. സാബു പക്ഷെ സാർ ഇപ്പോഴത്തെ പിള്ളേര് അതിനിടയിൽ പണ്ടത്തെ പിള്ളേരുടെ അത്ര പോലും അടങ്ങിയിരിക്കുന്നു കൊടുക്കില്ലല്ലോ. അതെ. ഭയങ്കര ഇതല്ലേ. സാബു സാർ അതിനിടയിൽ നമ്മള് അന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതില് ഒരു സാറ് പറഞ്ഞു തന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. പല്ലുവേദന വന്നാല് നമ്മളെ വലത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ തള്ളവിരൽ ഉപയോഗിക്കണ്ട. അണപ്പല്ല് ആണെങ്കിൽ പിന്നെ ഈ വലത്ത് കൈന്റെ ഈ വിരല് മാത്രം ഇങ്ങനെ പൊക്കി പിടിക്കുക. അണപ്പല്ലിന്റെ ആദ്യത്തെ പല്ലിന്, ഈ മുകളിലെ പല്ലിന്. രണ്ടാമത്തെ ആണെങ്കിൽ ഈ വിരല് മാത്രം, മൂന്നാമത്തെ ഈ വിരല്, നാലാമത്തെ ഇപ്പുറത്തെ താഴെയുള്ളത്. ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നിരുന്നു. പല്ലുവേദന എനിക്ക് വന്നില്ല, അതുകൊണ്ട് അപ്പൊ ഞാൻ പല്ലുവേദന ഇല്ലാത്തവരെ അറിയത്തില്ല അല്ലേ? ഒരു കാലം ഉണ്ടായിരുന്നു, പല്ലുവേദനയുടെ ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അന്നൊക്കെ എന്ത് വേദനയായിരുന്നു ശരിക്കും അത് രാത്രി മാത്രമേ വരത്തുള്ളൂ. ചെവി വേദന, എനിക്ക് പല്ലുവേദന. ചെവി വേദന വന്നിരുന്നു ഒരു പ്രാവശ്യം, ചെറുപ്പത്തില് കുഞ്ഞാകുമ്പോ. ഓക്കെ, അപ്പം താങ്ക് യു ഓൾറെഡി വൺസ് അഗൈൻ. താങ്ക് യു നാളെ താങ്ക് യു. നമുക്ക് മനോഹരമായ ഒരു കഥ കേൾക്കാം. സി യു ആൻഡ് ഗുഡ് നൈറ്റ്. ഞാൻ കുറച്ച് ദിവസം ഇനി തിരക്കായിരിക്കും സാറേ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞങ്ങളിങ്ങനെ ഓടും, ഇടയ്ക്ക് ഇടയിൽ വരും. ഞങ്ങൾ കയറും, ഇടയിൽ കയറും. സി യു, ഓക്കെ, ഗുഡ് താങ്ക് യു. നൈറ്റ്. ഗുഡ് നൈറ്റ്.